എല്ലാവർക്കും നമസ്കാരം. IFPHന്റെ 1562 ദിവസത്തെ മലയാള പരിപാടിയിലേക്ക് സ്വാഗതം. ആദ്യമായി ഒരു നിമിഷത്തെ മൗന പ്രാർത്ഥന. നന്ദി. നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ ഇന്ന് ലോക മനുഷ്യാവകാശ ദിനമാണ്. അത് സംബന്ധിച്ച പ്രത്യേക പരിപാടിയാണ്. നമ്മുടെ പരിപാടിയിലെ വിഷയം തന്നെ മനുഷ്യാവകാശവും പൊതുജനാരോഗ്യ ബില്ലും എന്നുള്ളതാണ്. അപ്പോൾ ഈ മനുഷ്യാവകാശം എവിടെ തുടങ്ങുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു വേർതിരിവിൽ നിന്ന്, ഡിഫറൻസിയേഷനിൽ നിന്നാണ്, അല്ലെങ്കിൽ ഡിസ്ക്രിമിനേഷനിൽ നിന്നാണ്. ഇപ്പം മഹാഭാരത യുദ്ധത്തിൽ ഒരു ചോദ്യമുണ്ട്. അതായത് സഞ്ജയനോട് ധൃതരാഷ്ട്ര ചോദിക്കുകയാണ്, ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ മാമക ഹിമകുർവ സഞ്ജയ, അതായത് മാമക പാണ്ഡവാശ്ച, എന്റെയും പാണ്ഡുവിന്റെയും, ഇപ്പൊ എന്റെയും മറ്റൊരാളുടെയും, ഞാനും നീയും എന്നൊരു തരത്തിലുള്ള വിവേചനത്തിൽ നിന്ന് തന്നെയാണ് ഒരു പരിധിവരെ ഈ പറഞ്ഞ മനുഷ്യാവകാശ ലംഘനങ്ങൾ തുടങ്ങുന്നത്. അതുകൊണ്ട് തന്നെ അത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ ഇവിടുത്തെ ചർച്ചാ വിഷയം പൊതുജനാരോഗ്യം എന്നുള്ളതാണ്. ഇതിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും ഔപചാരികമായിട്ട് സ്വാഗതം ചെയ്യാനായിട്ട് ഏറ്റവും അനുയോജ്യനായ ഡോക്ടർ ദേവനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ അതിഥികളൊക്കെ എത്തിയിട്ടുണ്ടോ? ഉണ്ട്. 1562 ദിനങ്ങളുടെ അനുസ്യൂതമായ IFPH സെമിനാറിൽ സന്നിഹിതരായിരിക്കുന്ന എല്ലാവരെയും, IFPH ഇന്റർനാഷണൽ ഫോറം ഫോർ പ്രൊമോട്ടിംഗ് ഹോമിയോപ്പതി, ഈ സെമിനാറിൽ സന്നിഹിതരായിരിക്കുന്ന എല്ലാവരെയും ഞാൻ നമ്മുടെ ഇന്നത്തെ മനുഷ്യാവകാശ ദിനത്തിന്റെ ആ സന്ദേശത്തിലേക്ക്, അതല്ലെങ്കിൽ അത് ഉയർത്തിപ്പിടിക്കുന്ന ആദർശത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഔപചാരികമായിട്ട് എൻ്റെ കടമയിലേക്ക് ഞാൻ കടക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് റിട്ടയർഡ് ജസ്റ്റിസ്, ബഹുമാന്യനായ റിട്ടയർഡ് ജസ്റ്റിസ് ഹരികൻ നായർ സാറാണ്. മുന്നോക്ക സമുദായ വികസന കോർപ്പറേഷൻ ചെയർമാൻ, എത്തിക്സ് കമ്മിറ്റി കുഹാസ് യൂണിവേഴ്സിറ്റിയുടെ ചെയർമാനും കൂടിയായ, നിലവിൽ പ്രവർത്തിച്ചു വരുന്ന അദ്ദേഹത്തെ ഈ വേദിക്ക് പരിചിതമുള്ളതാണ്. അദ്ദേഹം ഇതിനു മുമ്പ് ഈ വേദിയിൽ എത്തിയിട്ടുള്ളതാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ ഞാൻ പ്രത്യേകം പരിചയപ്പെടുത്തുന്നില്ല. മനുഷ്യാവകാശ വിഷയങ്ങളിൽ ഒരു ന്യായാധിപന്റെ സമദൂര ദൃഷ്ടിയോടുകൂടി ഉള്ളൊരു വിശകലനം ഉദ്ഘാടന പ്രസംഗമായി അദ്ദേഹത്തിൽ നിന്നും ശ്രമിക്കാം എന്നുള്ള ഇതോടുകൂടി ഞാൻ അദ്ദേഹത്തെ ആർദവമായി സ്വാഗതം ചെയ്യുന്നു. അടുത്തതായിട്ട് കേരള കൗമുദിയുടെ തിരുവനന്തപുരം ബ്യൂറോ ചീഫ് ശ്രീ എസ് വിക്രമൻ. അദ്ദേഹം, നമുക്കറിയാം, മനുഷ്യാവകാശത്തിലും ജനാധിപത്യ സംരക്ഷണത്തിലും മാധ്യമങ്ങളുടെ പങ്ക്, പ്രത്യേകിച്ച് കേരള കൗമുദി പോലുള്ള ഒരു സ്ഥാപനത്തിന്റെ പ്രൗഢോജ്വലമായ ഒരു പങ്ക് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. തീർച്ചയായിട്ടും പ്രശംസാ പ്രസംഗനായി എത്തിയിരിക്കുന്ന അദ്ദേഹത്തെയും ഞാൻ ഈ വേദിയുടെ സന്തോഷത്തിലേക്ക് സ്വാഗതം ചെയ്യും. അടുത്തത് നമ്മൾക്ക് എല്ലാവർക്കും പരിചിതനായ, അതാണ്ട് എല്ലാവർക്കും തന്നെ പരിചിതനാണെന്ന് തോന്നുന്നു, അഡ്വക്കേറ്റ് ലിറ്റോ പാലത്തിങ്കൽ പൊതുജനാരോഗ്യ ബില്ലുമായി ബന്ധപ്പെട്ട 2 ക്ലാസ്സുകളിൽ, തിരുവനന്തപുരത്തും എറണാകുളത്തും നടന്ന ക്ലാസ്സുകളിൽ അദ്ദേഹം ഇത് പൊതുജനാരോഗ്യത്തെ ബില്ല് എങ്ങനെയാണ് മനുഷ്യാവകാശങ്ങളെ ധ്വംസിക്കുന്നത് എന്നുള്ളത് ലീഗലൈസ് അല്ലാത്ത ഭാഷയിൽ, വളരെ സരളമായ ഭാഷയിൽ, പൊതുജനങ്ങൾക്ക്, ഡോക്ടർമാർക്കും ഒക്കെ മനസ്സിലാകുന്ന ഭാഷയിൽ വിവരിച്ചു തന്നിട്ടുണ്ട്. ഇന്ന് ആ മൂവ്മെന്റിന്റെ കൺവീനർ എന്ന നിലയിൽ ഞാൻ അദ്ദേഹത്തെ നിങ്ങളെ എല്ലാവരും തന്നെ അദ്ദേഹത്തിന്റെ പ്രഭാഷണമെങ്കിലും ശ്രമിച്ചിട്ടുണ്ടാകും. അദ്ദേഹത്തെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. തീർച്ചയായിട്ടും കൃത്യമായ മനുഷ്യാവകാശങ്ങൾ എവിടെയൊക്കെയാണ് പൊതുജനാരോഗ്യ ബില്ല് ധ്വംസിക്കപ്പെടുന്നത് എന്നുള്ളതിന്റെ ഒരു നേർചിത്രം അദ്ദേഹം നമ്മൾക്ക് മുന്നിലേക്കും. അദ്ദേഹത്തെ ഞാൻ അതിനായി സ്വാഗതം ചെയ്യുന്നു. പിന്നെ നമ്മുടെ സ്ഥിരം സാന്നിധ്യമായ നമ്മുടെ മോഡറേറ്റർ ഡോക്ടർ മനു, അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ നന്ദി പ്രകാശിപ്പിക്കുന്നതിനായി നമ്മൾക്കൊപ്പം എത്തിയിട്ട് നമ്മുടെ സ്ഥിരം സാന്നിധ്യമായ, സജീവ സാന്നിധ്യമായ പ്രിയങ്കരിയായ മറിയാമ്മ ഡോക്ടറാണ്. മറിയാമ്മ ഡോക്ടറെ ഈ വേദിയിലെ സന്തോഷത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇവിടെ ഒരിക്കൽ കൂടി ഇവിടെ പങ്കെടുക്കുന്ന എല്ലാവർക്കും സ്വാഗതം ആശംസിക്കുകയാണ്. അതോടൊപ്പം ഈ പൊതുജനാരോഗ്യ വിഷയം ബില്ലുമായി ബന്ധപ്പെട്ട മനുഷ്യാവകാശ ധ്വംസനം, അത് ഞാനിപ്പോ ഇവിടെ പറയാനുള്ള സമയമില്ല. 3 മിനിറ്റാണ് എനിക്ക് ആകത്ത് അനുവദിച്ചിരിക്കുന്നത്. അതുകൊണ്ട് 3 മിനിറ്റ് കൊണ്ട് ഇത് അവസാനിപ്പിക്കാം എന്ന് പറഞ്ഞുകൊണ്ട്, ഹോമിയോപ്പതിയും ഇതിന്റെ സാങ്കത്യം, ഈ നമ്മുടെ മനുഷ്യാവകാശത്തിൽ ഹോമിയോപ്പതിയുടെ സാങ്കത്യം പറയാമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷെ 3 മിനിറ്റ് ഉള്ളതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. സമയം
കഴിയാവുന്നത്ര സമയബന്ധിതമായി തീർക്കുവാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ സ്വാഗത പ്രസംഗം ഇവിടെ, സ്വാഗത ആശംസകൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി ദേവൻ ഡോക്ടറെ. അടുത്തത് നമ്മുടെ ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുന്നതിനായിട്ട് ഏറ്റവും ആദരണീയനായ ജസ്റ്റിസ് ഹരിഹരൻ നായർ സാറിനെ ക്ഷണിക്കുന്നു. നമസ്കാരം. ഡോക്ടർ എനിക്ക് സ്വാഗതം പറഞ്ഞ കൂട്ടത്തിൽ ഒരു ചെറിയ തിരുത്ത് ഉണ്ട്, അത് പറഞ്ഞുകൊണ്ട് തുടങ്ങാം. ഞാൻ കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസിന്റെ യൂണിവേഴ്സിറ്റി എത്തിക്സ് കമ്മിറ്റിയുടെ ചെയർമാനാണ്. നോർക്കയുമായി എനിക്ക് ബന്ധമില്ല, അതെങ്ങനെയോ ഒരു തെറ്റ് വന്നു കൂടിയതാണ്. അപ്പോൾ ആ ഒരു ചെറിയ തിരുത്തലോടുകൂടി ഞാൻ വിഷയത്തിലേക്ക് കിടക്കുകയാണ്. വളരെ കുറച്ച് സമയം എനിക്ക് അനുവദിച്ചിട്ടുള്ളൂ, കാരണം ഇതേ വിഷയത്തിൽ വളരെ വിശദമായ ഒരു പ്രഭാഷണം കുറേ വരുന്നുണ്ടല്ലോ. അതുകൊണ്ട് ഞാൻ വളരെ ചുരുക്കി എൻ്റെ ഭാഗം അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നു. സുഹൃത്തുക്കളെ, ഇന്ന് മനുഷ്യാവകാശ ദിനം. ഈ ദിനം സമുചിതമായി ആഘോഷിക്കാൻ മുന്നോട്ട് വന്ന ഇന്റർനാഷണൽ ഫോറം ഫോർ പ്രൊമോട്ടിംഗ് ഹോമിയോപ്പതിയെ ആദ്യമേ അഭിനന്ദിക്കട്ടെ. എന്തൊക്കെയാണ് മനുഷ്യാവകാശങ്ങൾ? സ്വാതന്ത്ര്യം, സമത്വം എന്നിവ അനുഭവിച്ച് അന്തസ്സോടെ ജീവിക്കാനുള്ള ജന്മസിദ്ധമായ അവകാശമാണ് മനുഷ്യാവകാശം എന്ന് ചുരുക്കി പറയാം. ഒന്നുകൂടെ ആവർത്തിക്കാം. സ്വാതന്ത്ര്യം, സമത്വം എന്നിവ അനുഭവിച്ച് അന്തസ്സോടെ ജീവിക്കാനുള്ള ജന്മസിദ്ധമായ അവകാശമാണ് മനുഷ്യാവകാശം. നമ്മുടെ ഭരണഘടനയും വിവിധ നിയമങ്ങളും ഈ അവകാശങ്ങളെ സംരക്ഷിക്കുന്നതിനായി നിലകൊള്ളുന്നു. മനുഷ്യാവകാശം എന്ന വാക്കിന് നമ്മുടെ മനുഷ്യാവകാശ സംരക്ഷണ നിയമം, ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ ആക്ട് 1993 നൽകിയിരിക്കുന്ന നിർവചനം ഭരണഘടന ഉറപ്പു നൽകുന്നതും അല്ലെങ്കിൽ അന്താരാഷ്ട്ര ഉടമ്പടികളിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളതും ഇന്ത്യയിലെ കോടതികൾ നടപ്പിലാക്കി തരുന്നതുമായ വ്യക്തിയുടെ ജീവിതം, സ്വാതന്ത്ര്യം, സമത്വം, അന്തസ്സ് എന്നിവയുമായി ബന്ധപ്പെട്ട അവകാശങ്ങൾ എന്നാണ്. 1948 ഐക്യരാഷ്ട്രസഭ അംഗീകരിച്ച മനുഷ്യാവകാശങ്ങളുടെ സാർവത്രിക പ്രഖ്യാപനത്തോടെ മനുഷ്യാവകാശങ്ങളുടെ പരിണാമത്തിലെ നൂതന അധ്യായം സംജാതമായി. ഇത് ആഗോള അടിസ്ഥാനത്തിൽ എല്ലാ മനുഷ്യർക്കും അന്തസ്സോടെയും രാഷ്ട്രീയ, സാമ്പത്തിക, സാമൂഹിക, സാംസ്കാരിക അവകാശങ്ങളോടെയുമുള്ള ജീവിതം സാധ്യമാക്കുന്നതിനാവശ്യമായ സമഗ്രമായ ചട്ടക്കൂട് രൂപപ്പെടുത്തി. ഭാരതീയരെ സംബന്ധിച്ചിടത്തോളം 1948 എന്ന ഇപ്പറഞ്ഞ വർഷത്തിന് പ്രത്യേക പ്രാധാന്യമുണ്ട്. അത് ഭാരതത്തിന് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷമുള്ള തൊട്ടടുത്ത വർഷമായിരുന്നു എന്നതാണ് പ്രാധാന്യം. ഡോക്ടർ രാജേന്ദ്ര ബാബു അധ്യക്ഷനായ ഭരണഘടനാ സമിതിയും അംബേദ്കർ അധ്യക്ഷനായ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയും ഇന്ത്യൻ ഭരണഘടനയുടെ കരട് നിർമ്മാണത്തിൽ വ്യാപൃതരായിരുന്ന സമയത്തായിരുന്നു മുൻ വിവരിച്ച ഐക്യരാഷ്ട്രസഭയുടെ മനുഷ്യാവകാശ പ്രഖ്യാപനം എന്നതിനാൽ കാര്യങ്ങൾ വളരെ എളുപ്പമായി. ആ പ്രഖ്യാപനത്തിലെ തത്വങ്ങൾ പൂർണ്ണമായും ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾക്കൊള്ളിക്കാൻ ഇവർക്ക് കഴിഞ്ഞു. ഭരണഘടന നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന നമ്മുടെ നേതാക്കൾക്ക് കഴിഞ്ഞു. നമ്മുടെ ഭരണഘടനയിൽ 14 മുതൽ 21 വരെയുള്ള അനുച്ഛേദങ്ങളുടെ രൂപത്തിൽ അവ സ്ഥാനം കണ്ടെത്തി. അത് കാരണമാണ് 1993 മനുഷ്യാവകാശ സംരക്ഷണ നിയമത്തിൽ മനുഷ്യാവകാശം എന്ന പദത്തിന്റെ നിർവചനത്തിൽ കൊട്ടേഷൻ ഭരണഘടന പ്രകാരം ഉറപ്പു നൽകുന്നതോ അന്താരാഷ്ട്ര ഉടമ്പടികൾ ഉൾപ്പെട്ടതോ ആയി ഇന്ത്യയിലെ കോടതികൾ മുഖേന നടപ്പിലാക്കാവുന്നതും വ്യക്തിജീവിതം, സ്വാതന്ത്ര്യം, സമത്വം, അന്തസ്സ് എന്നിവയുമായി ബന്ധപ്പെട്ടതായ അവകാശങ്ങൾ എന്ന് നിർവഹിച്ചത്. അതേപ്പറ്റി ഇന്നത്തെ പ്രഭാഷകൻ വിശദമായി സംസാരിക്കുമെന്നതിനാൽ ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല. ഇപ്പോഴും മനുഷ്യാവകാശ സംരക്ഷണത്തിന് ശക്തിമത്തായ വെല്ലുവിളികൾ നിലനിൽക്കുന്നുണ്ട്. ഹോമിയോപ്പതിയുടെ കാര്യത്തിൽ തന്നെ ഉണ്ടെന്ന് സൂചിപ്പിച്ചു, തീർച്ചയായിട്ടും ഉണ്ട്. അതേപ്പറ്റി വിശദമായിട്ട് ഞാനിപ്പോൾ സംസാരിക്കുന്നില്ല. ദളിതരും ആദിവാസികളും പല സംസ്ഥാനങ്ങളിലും അടിച്ചമർത്തലും ചൂഷണവും നേരിടുന്നു. സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കുമെതിരെയുള്ള ലിംഗാധിഷ്ഠിത അക്രമങ്ങൾ ഗുരുതരമായ ആശങ്കയായി തുടരുന്നു. അടുത്ത കാലത്തായി പ്രണയാഭ്യർത്ഥന നിരസിച്ച പല പെൺകുട്ടികളെയും ആസിഡ് ഒഴിച്ചും മറ്റും ക്രൂരമായി വധിച്ച സംഭവങ്ങളുടെ എണ്ണം വർദ്ധിച്ചു വരികയായിരുന്നു. ഭീകരവാദത്തിന്റെ വ്യാപനം കടുത്ത മനുഷ്യാവകാശ ലംഘനമാണെന്നതിലുപരി ഭാരത റിപ്പബ്ലിക്കിന്റെ അടിത്തറ തന്നെ ഇളക്കാൻ പോകുന്നു.
മണിപ്പൂർ അക്രമത്തിൽ കടുത്ത മനുഷ്യാവകാശ ലംഘനമാണ് നടന്നത്. ദീർഘിപ്പിക്കുന്നില്ല. ഇന്നത്തെ മനുഷ്യാവകാശ ദിനാചരണം സംബന്ധിച്ച ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ലോക സമസ്ത സുഖിനോ ഭവന്തു. നന്ദി സാർ. വളരെ ചെറിയ വസ്തുക്കൾ വളരെ സുന്ദരമാണെന്ന് പറയാം. സാറിന്റെ പ്രസംഗം വളരെ സുന്ദരമായിരുന്നു. ലോക സമസ്ത സുഖിനോ ഭവന്തു, അത് തന്നെയാണ് നമുക്ക് ലോകത്തിന് നൽകാനുള്ളതും. വളരെ നന്ദി സാർ. നമുക്ക് അടുത്തത് ആശംസാ പ്രസംഗമാണ്. മനുഷ്യാവകാശത്തെ കുറിച്ച് ഏറ്റവും കൂടുതൽ പ്രവർത്തിച്ചിട്ടുള്ള മുന്നണി നിൽക്കുന്നൊരു പത്രമാണ് കേരള കൗമുദി. അതിന്റെ തിരുവനന്തപുരം ബ്യൂറോ ചീഫായ ശ്രീ വിക്രമൻ സാറിനെ നമുക്ക് അതിന് കിട്ടിയ വളരെ സന്തോഷമുണ്ട്. ശ്രീ വിക്രമൻ സാറിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ആശംസ പ്രസംഗം. എല്ലാവർക്കും ഈ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഞാൻ കേരള കൗമുദിയുടെ ട്രിവാൻഡ്രം യൂണിറ്റ് ചീഫാണ്. ഈ ഹോമിയോപ്പതി ഡിപ്പാർട്ട്മെന്റ് അതിൽ IFPH മലയാളത്തിൽ നടത്തുന്ന 1562ാമത്തെ ഈ എപ്പിസോഡിന് ആദ്യമേ ഞാൻ കേരള കൗമുദിയുടെ പേരിൽ എല്ലാ ആശംസകളും അർപ്പിക്കുകയാണ്. ഈ പരിപാടിയിൽ എടുത്തു പറയാന്നുള്ളത്, പ്രത്യേകിച്ച് 1562 എപ്പിസോഡുകൾ പിന്നിടുന്ന ഈ ദിനത്തിൽ, ഇന്നത്തെ ദിനത്തിന്റെ പ്രാധാന്യം മനുഷ്യാവകാശ ദിനമാണ്. അങ്ങനെ പ്രധാനപ്പെട്ട ദിനങ്ങൾ ഇപ്പൊ നേരത്തെ നടത്തിപ്പോയിട്ടുള്ള യേശുദാസിന്റെ ജന്മദിന പരിപാടി, മഹാകവി കുമാരനാശിന്റെ ചരമദിനത്തിന്റെ എന്നുള്ള പരിപാടി, അനശ്വര ഗായകൻ ശ്രീ K. ബ്രഹ്മാനന്ദൻ അവരുടെ ജന്മദിന പരിപാടി, പ്രശസ്ത സംഗീത സംവിധായകൻ ശ്രീമാൻ ദേവരാജൻ അവരുടെ ചരമദിന പരിപാടി, ലോക വനിതാ ദിന പരിപാടി, ഇതെല്ലാം വളരെ നല്ല രീതിയിലാണ് ഞാൻ കണ്ടുപോയിട്ടുള്ളത്. എന്തായാലും ഹോമിയോ ഡിപ്പാർട്ട്മെന്റ് ഇപ്പൊ നേരത്തെ പറഞ്ഞു, മനുഷ്യാവകാശ ദിനമായിട്ട് കേരള കൗമുദിയുടെ ആളെന്നുള്ള നിലയ്ക്ക് ഞാനിത് പങ്കെടുക്കുമ്പോൾ കുറച്ചുകൂടെ ഒരു ഇതുണ്ടെന്ന് പറഞ്ഞു. പത്രപ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് കേരള കൗമുദി എന്ന ദിനപത്രം തുടങ്ങിയിട്ട് 113 വർഷങ്ങളായി. 1911 തുടങ്ങിയതാണ്. അതിന്റെ നാമകരണം തന്നെ കേരളത്തിന്റെ നിലാവ് എന്നാണ് അർത്ഥം. ആ കാലഘട്ടത്തിൽ അടിച്ചമർത്തപ്പെട്ട ഒരു ജനസമൂഹത്തിന് വിപ്ലവപരമായ കാര്യങ്ങൾ അവരിൽ എത്തിക്കുക എന്നുള്ളതായിരുന്നു പത്രം തുടങ്ങിയതിന്റെ ദൗത്യം തന്നെ. ഞങ്ങൾ ഇന്നും സമൂഹത്തില് പൊതുജനങ്ങൾക്ക് ഉതകുന്ന രീതിയിൽ പല കാര്യങ്ങളും ഒരു പത്രത്തിന്റെ വാർത്തകൾക്ക് അപ്പുറം നിന്ന് ചെയ്യുന്നുണ്ട്. അപ്പൊ അതില് ഹോമിയോ ഡിപ്പാർട്ട്മെന്റ് ഞങ്ങളോട് ഭയങ്കര സഹകരിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. കാരണം ഞങ്ങളോട് ചേർന്ന് സമൂഹത്തിലെ ജനങ്ങൾക്ക് ആവശ്യമായ മെഡിക്കൽ ക്യാമ്പുകൾ നടത്താറുണ്ട്. അവർക്ക് ഹോമിയോപ്പതിയെ കുറിച്ചുള്ള അവയർനെസ് കൊടുക്കുന്നതിന് വേണ്ടിയുള്ള ക്ലാസ്സുകൾ സംഘടിപ്പിക്കുന്നതിന് ഞങ്ങളോടൊപ്പം സഹകരിക്കാറുണ്ട്. എപ്പോഴും കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഹോമിയോ ഡിപ്പാർട്ട്മെന്റ് കേരള കൗമുദിയോട് സഹകരിച്ച് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ പൊതുജനങ്ങൾക്ക് വേണ്ടി നടത്തുന്നുണ്ട്. അത് എന്നും വളരെ നല്ല മനസ്സോടെ സന്തോഷത്തോടെ സ്മരിക്കുന്നു. ഒപ്പം ഈ ദിനത്തിൽ കേരള കൗമുദിയുടെ യൂണിറ്റ് ചീഫ് എന്ന നിലയ്ക്ക് എന്നെ ക്ഷണിച്ചതിൽ അങ്ങേയറ്റം സന്തോഷത്തോടെ ഞാൻ ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. ഒപ്പം എല്ലാവർക്കും ഇതിലിപ്പോൾ പങ്കെടുത്തുകൊണ്ട് എല്ലാവർക്കും ക്രിസ്മസ് ആശംസകളും ന്യൂ ഇയർ ആശംസകളും നേരുന്നു. ഞാനും ഹോമിയോപ്പതിയുടെ മരുന്ന് ഉപയോഗിക്കുന്ന ഒരു ആളാണ്. എൻ്റെ ഡോക്ടറുടെ പേര് ഡോക്ടർ ബോബിനാണ്. പള്ളിമുക്കിലുള്ള ഡോക്ടറാണ്. അദ്ദേഹത്തിനെ ഞാൻ കാണുന്നത്. എന്തായാലും ഹോമിയോപ്പതി ഇനിയും കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ കഴിയട്ടെ. ഹോമിയോപ്പതി വളരെ നല്ല രീതിയിൽ ആൾക്കാർ ഉൾക്കൊണ്ടുകൊണ്ട് അത് അംഗീകരിച്ച് എല്ലാവരും ഉപയോഗത്തിലേക്ക് കൊണ്ടുവരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. വളരെ നന്ദി സാർ. നന്നായിട്ട് സാറ് അതിനെക്കുറിച്ച് പറയുകയുണ്ടായി. പത്രത്തിന്റെ റോൾ എന്താണെന്നും തീർച്ചയായിട്ടും പ്രിന്റഡ് മാധ്യമങ്ങൾക്ക് ഇന്നും വളരെയധികം പ്രസക്തിയുള്ള കാലം തന്നെയാണ്. അങ്ങേക്ക് പ്രത്യേകം നന്ദി. ഇനി നമുക്ക് മുഖ്യ പ്രഭാഷണമാണ് മനുഷ്യാവകാശവും പൊതുജനാരോഗ്യ ബില്ലും. ഇതിൽ പ്രഭാഷണം നടത്താൻ ഏറ്റവും അനുയോജ്യനായ ഒരു വ്യക്തിയെ തന്നെ നമുക്ക് കിട്ടിയിട്ടുള്ളത്. അതിന് ഡോക്ടർ സലിം കുമാറിന് പ്രത്യേകം നന്ദി പറയുന്നു. എല്ലാ ആദരവോടും കൂടി അഡ്വക്കേറ്റ് ലിറ്റോ പാലത്തിങ്കൽ സാറിനെ ക്ഷണിക്കുന്നു. ഏറെ ബഹുമാനത്തോടെ ജസ്റ്റിസ് ഹരിഹരൻ സാറ് നമ്മുടെ മുമ്പിലുണ്ട്. കേരള കൗമുദി ബ്യൂറോ ചീഫ് ശ്രീ വിക്രമൻ, മോഡറേറ്റർ ഡോക്ടർ മനോജ്, ഡോക്ടർ ദേവരാജ്, ഡോക്ടർ മറിയാമ്മ, ഡോക്ടർ സലീം, ഹോമിയോ ഡോക്ടർമാരുടെ ഭാഗത്തു നിന്നുള്ള ഒരു മുന്നേറ്റത്തിലെ 1-2 പ്രാവശ്യമായി ഹോമിയോ ഡോക്ടർമാരെ കണ്ട് സംസാരിക്കാനായിട്ടുള്ള അവസരം എനിക്ക് കിട്ടിയിരുന്നു.
അതിന്റെ തുടർച്ചയായിട്ടാണ് ഇന്ന് വീണ്ടും ഈ ഒരു ഓൺലൈൻ മീറ്റിംഗിൽ സംസാരിക്കുവാനായിട്ട് എന്നെ അനുവദിക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇന്നത്തെ ഒരു പ്രത്യേകത മനുഷ്യാവകാശ ദിനം ആണ് എന്നുള്ളതാണ്. ജസ്റ്റിസ് ഹരിഹരൻ സാറ് പറഞ്ഞതുപോലെ മനുഷ്യാവകാശത്തിന്റെ എല്ലാവിധ അർത്ഥങ്ങളും നമ്മുടെയൊക്കെ ജീവിതത്തിലെ സാധാരണ രീതിയിൽ കടന്നു വരിക പലപ്പോഴും വ്യക്തമായി അറിഞ്ഞിട്ടാവണമെന്നില്ല. ആളുകൾക്ക് വളരെ സിംബോളിക് ആയിട്ടുള്ള അല്ലെങ്കിൽ വാക്കുകൾ കൊണ്ട് വർണ്ണിക്കാവുന്ന ഒരു കോൺസെപ്റ്റ്സ് ആയിട്ടാണ് പലപ്പോഴും മനുഷ്യാവകാശങ്ങളെ ആളുകൾ കാണാറുള്ളത്. അതേസമയം ജീവിതത്തിന്റെ ഓരോ കടുത്ത സാഹചര്യങ്ങൾ വരുമ്പോൾ ഈ മനുഷ്യാവകാശത്തിന്റെ വില ആളുകൾ മനസ്സിലാക്കും. ഒരു ഉദാഹരണത്തിന്, നിങ്ങളെ ഒരു ദിവസം വീട്ടിലേക്ക് വരും വഴി ഒരു പോലീസുകാരൻ വിളിച്ച് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി നിർത്തിയാൽ അപ്പോൾ മനുഷ്യാവകാശം എന്താണെന്നുള്ളതിന്റെ അർത്ഥം മനസ്സിലാവും. അതുവരെ നമുക്കതൊരു തമാശയാണ്. മനുഷ്യാവകാശമൊക്കെ ഏതോ സെമിനാറിൽ പ്രസംഗിക്കുന്ന ഒരു വരിയാണ്, അത്ര ഗൗരവമായിട്ട് എടുക്കേണ്ട കാര്യമില്ല, അതൊരു അക്കാഡമിക് സബ്ജക്റ്റ് ആണെന്ന് നമുക്ക് തോന്നും. പക്ഷെ പോലീസ് സ്റ്റേഷന്റെ വരാന്തയിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ഉറക്കെ ചോദിക്കും, എനിക്ക് എന്താ അവകാശമൊന്നും ഇല്ലേ എന്ന് ചോദിക്കും. ആ ചോദ്യമാണ് മനുഷ്യാവകാശം. അതുവരെ ഇതൊരു തമാശയാണ്. കോവിഡ് ഈ രാജ്യത്തെ പിടിച്ച് ഒലച്ചപ്പോ, അതിനു മുമ്പ് നോട്ട് നിരോധനം ഉണ്ടായപ്പോഴൊക്കെ നമ്മളിൽ പലരും ഈ ചോദ്യം ചോദിച്ചു, വ്യക്തി എന്ന നിലയിൽ നമുക്ക് യാതൊരു അവകാശവും ഇല്ലേ? അത് ഭരണകൂടത്തിന്റെ മാത്രം അവകാശമാണോ, അതോ ഏതാനും വ്യക്തികളുടെ മാത്രം അവകാശമാണോ? മനുഷ്യൻ എന്ന നിലയിൽ എനിക്ക് എന്താണ് അവകാശം? ചില പ്രത്യേക സാഹചര്യങ്ങളിൽ നമ്മളുടെ മൂവ്മെന്റ് റെസ്ട്രിക്ട് ചെയ്യപ്പെടുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ പ്രൊഫഷണൽ ആയിട്ടുള്ള വർക്കുകളെ അത് ബാധിക്കുമ്പോഴൊക്കെ നമ്മൾ ഈ ചോദ്യം ചോദിക്കും. ഭാഗ്യവശാൽ മനുഷ്യാവകാശം എന്താണ്, അല്ലെങ്കിൽ ഹ്യൂമൻ റൈറ്റ് എന്താണെന്നൊക്കെ വായിച്ചറിയാനുള്ള വിദ്യാഭ്യാസമുള്ളവരാണ് ഇപ്പൊ എന്റെ മുമ്പിൽ ഉള്ളത്. പക്ഷെ സാധാരണ എല്ലാവർക്കും അത് ഉണ്ടാവണമെന്നില്ല. ഹ്യൂമൻ റൈറ്റ്സുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഇന്ത്യയിൽ തന്നെ മറ്റ് സംസ്ഥാനങ്ങളിലുള്ള ആളുകളോട് കാണുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഈ വാക്ക് തന്നെ പലരും കേട്ടിട്ട് പോലുമില്ല. അത് ഇന്ത്യയുടെ മാത്രം പ്രത്യേകതയല്ല, ഏഷ്യയിലെ പല രാജ്യങ്ങളിലും ഇതിനേക്കാൾ ദയനീയമായ അവസ്ഥകളുണ്ട്. ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ഇതിനേക്കാൾ മോശം അവസ്ഥയുണ്ട്. വളരെ വിദ്യാഭ്യാസം ഉണ്ടെന്ന് പറയുന്ന വികസിത രാജ്യങ്ങളിൽ ചില ഭാഗങ്ങളിലും ഇതേ പ്രശ്നമുണ്ട്. നമ്മളൊക്കെ കേട്ടിട്ടുണ്ട് അബോറിജിനൽ കൾച്ചേഴ്സ്. അബോറിജിനൽ കൾച്ചേഴ്സ് ഉള്ള രാജ്യങ്ങളുണ്ട്, പ്രത്യേകിച്ച് ഓസ്ട്രേലിയ, നമ്മുടെ ഇവിടെയാണെങ്കിൽ ആൻഡമാൻ നിക്കോബാർ. ഇങ്ങനെ വരുമ്പോഴാണ് വ്യക്തിപരമായ അവകാശങ്ങളുടെ ഗൗരവം നമ്മൾ മനസ്സിലാക്കുക. കഴിഞ്ഞ ദിവസം നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് അറിയില്ല, ആൻഡമാൻ നിക്കോബറിലെ മനുഷ്യരെ കുറിച്ച് വളരെ വിശദമായ ഒരു പഠനം പുറത്തു വന്നിട്ടുണ്ട്. എങ്ങനെയാണ് ഒരു മനുഷ്യവംശം ഒരു പ്രത്യേക രീതിയിൽ അവിടെ നിലനിൽക്കുന്നതെന്നും, എങ്ങനെയാണ് അവരുടെ ശാരീരികമായ പ്രത്യേകതകൾ സംരക്ഷിക്കപ്പെടുന്നതെന്നും, അതിന് ത്രട്ടായിട്ട് എന്തൊക്കെ മാറുന്നു എന്നും ഒക്കെ നമ്മൾ മനസ്സിലാക്കുന്നു. നമ്മൾ വലിയ ഔദാര്യമായിട്ടും പുരോഗമനപരമായിട്ടും പറയുന്ന പലതും എത്രമാത്രം അവർക്ക് ദോഷകരമായിട്ട് മാറുന്നു എന്ന് നമ്മൾ ആ പഠനത്തിലൂടെ നമ്മൾ മനസ്സിലാക്കും. കുറച്ചു കാലം മുമ്പ് നിങ്ങൾ ഓർമ്മയുണ്ടാവും, ആൻഡമാൻ നിക്കോബറിലെ ഒരു വളരെ റിമോട്ടായിട്ടുള്ള ഒരു ഭാഗത്തേക്ക് നമ്മളെ പോലെ സോക്കോൾഡ് സിവിലൈസ്ഡ് ആയിട്ടുള്ള ഒരാൾ കയറി ചെല്ലുകയും അയാൾ അവർക്ക് കൊടുത്ത വസ്തുക്കൾ, നമ്മുടെ ലോകത്തിലെ ഏറ്റവും സിവിലൈസ്ഡ് ആയിട്ടുള്ള മനുഷ്യരുടെ വായിൽ പെട്ടെന്ന് വരുന്നൊരു വാക്കാണ് കൊക്കക്കോള. കൊക്കക്കോള സിവിലൈസ്ഡ് ആണോ അൺസിവിലൈസ്ഡ് ആണോ എന്ന് ഹോമിയോ ഡോക്ടർമാരായ നിങ്ങളോട് ഞാൻ ചോദിച്ചാൽ നിങ്ങൾ ചിലപ്പോൾ ഉത്തരം കൺഫ്യൂഷൻ ഇല്ലാതെ പറയും. പക്ഷെ എല്ലാ മെഡിക്കൽ പ്രാക്ടീഷണേഴ്സും അങ്ങനെയല്ലല്ലോ പറയുക, അല്ലെ? ഈ ഓൺലൈൻ ആകുമ്പോഴുള്ള ഒരു പ്രശ്നം, മറുഭാഗത്ത് എന്ത് സംഭവിക്കണമെന്ന് പോലും നമുക്ക് മനസ്സിലാവില്ല.
ആരും ക്യാമറ ഓൺ ചെയ്യണമെന്നല്ല ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞ ചോദ്യം മനസ്സിലായിട്ട്. കൊക്കക്കോള എന്ന വാക്ക് സിവിലൈസ്ഡ് ആണോ അൺസിവിലൈസ്ഡ് ആണോ? അത് സിവിലൈസേഷന്റെ ഭാഗമാണോ അൺസിവിലൈസേഷൻ ആണോ? ഇത് വളരെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു ചോദ്യമാണ്. അപ്പൊ സിവിലൈസ്ഡ് ആയിട്ടുള്ള ആളുകളുടെ കയ്യിലിരിക്കുന്ന കൊക്കക്കോള കൊണ്ട് ഈ അൺസിവിലൈസ്ഡ് ആയിട്ടുള്ള ഒരു പാവപ്പെട്ട അബോറിജിനൽ മനുഷ്യന്റെ കയ്യിലേക്ക് കൊടുത്തപ്പോ അവന്റെ അവകാശത്തിന് എന്ത് സംഭവിച്ചു? ചോദ്യം എളുപ്പം മനസ്സിലാവുമായിരിക്കും നിങ്ങൾ. ആ മനുഷ്യന്റെ അവകാശം എവിടെ പോയി? അവനത് വാങ്ങാതിരിക്കാമല്ലോ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. വാങ്ങാതിരിക്കണമെങ്കിൽ അവന്റെ ഡിസ്ക്രിപ്ഷൻ ഉപയോഗിക്കാനായിട്ടുള്ള ബോധവൽക്കരണം അവനുണ്ടാവണം. ഇൻഫോംഡ് കൺസെന്റ് അവനുണ്ടാവണം. അവന്റെ കയ്യിലേക്ക് കൊടുത്ത വസ്തു എന്താണ്, അത് മധുരമുള്ളതാണെങ്കിലും അത് എത്രമാത്രം അവന് ദോഷമുള്ളതാണെന്ന് അവന് ബോധ്യപ്പെടുത്താനുള്ള ഒരു സംവിധാനം ഉണ്ടാവണം. ഇതൊന്നുമില്ലാതെ നമ്മൾ കൊക്കക്കോള കയ്യിലേക്ക് കൊടുത്തിട്ട് അത് വലിയൊരു കാര്യമായി പോയി എന്ന മട്ടിൽ പറയാൻ അവിടെ പ്രശ്നമാണ്. ഇതാണ് ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻ. ഈ ഒരു കാഴ്ചപ്പാട് നമുക്കുണ്ടെങ്കിൽ എന്താണ് നമ്മുടെ ഇന്നത്തെ വിഷയം നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. വ്യക്തികൾക്ക് ചോയ്സസ് വേണം, അവർക്ക് തിരഞ്ഞെടുക്കാനുള്ള അവകാശം വേണം. നമ്മുടെ രാജ്യം ഭരണഘടന രൂപീകരിച്ചപ്പോ ആ ഭരണഘടന രൂപീകരിക്കുന്ന ഒരു സംവിധാനം നമുക്കുണ്ടായിരുന്നു, കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ഉണ്ടായിരുന്നു. ആ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിൽ നമ്മളുടെ പൂർവികരായിട്ടുള്ള ആളുകള് ഈ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വിവിധ സംസ്കാരങ്ങൾ, വിവിധ ഭാഷകൾ, വിവിധ സ്വഭാവങ്ങൾ, പെരുമാറ്റങ്ങളൊക്കെയുള്ള മനുഷ്യരുടെ പ്രതിനിധികൾ അവിടെ ഉണ്ടായിരുന്നു. അവരെല്ലാം സംയുക്തമായിട്ട് ഈ ഭരണഘടന രൂപീകരിച്ചപ്പോ അതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള പ്രധാനമായ ആർട്ടിക്കിളുകളിൽ അന്ന് ലോകം മുന്നോട്ട് വെച്ചിട്ടുള്ള മനുഷ്യാവകാശ ആശയങ്ങളെ അവര് അതിൽ ചേർത്തെടുത്തു. വളരെ മനോഹരമായിട്ടാണ് അവർ അതിൽ ചേർത്തെടുത്തത്. കാരണം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ, പ്രത്യേകിച്ച് ഗ്രീക്ക്, ഫ്രഞ്ച്, അമേരിക്കൻ, ബ്രിട്ടീഷ് ആശയങ്ങൾ നമ്മുടെ രാജ്യത്തിന്റെ സംവിധാനങ്ങളുമായി യാഥാർത്ഥ്യബോധത്തോടുകൂടി അവർ ചേർത്തെടുക്കുകയാണ് ഉണ്ടായത്. നമ്മുടെ രാജ്യത്തിന്റെ ഒരു പ്രത്യേകത, ബഹുഭൂരിപക്ഷത്തിനും അവരുടെ അവകാശങ്ങളെ കുറിച്ച് അറിയാനുള്ള അവസരം പോലുമില്ല. അറിഞ്ഞാലല്ലേ ബോധമുണ്ടാവുള്ളൂ, ബോധമുണ്ടെങ്കിലല്ലേ തിരിച്ചറിവുണ്ടാവുള്ളൂ. അതിലേക്കൊന്നും എത്താനുള്ളൊരു അവസ്ഥ അന്നും ആയിട്ടില്ല, അടുത്ത കാലത്ത് ആവില്ല എന്നുള്ള ഒരു ധാരണയിൽ തന്നെയാണ് വളരെ പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള മനുഷ്യരുടെ അവകാശങ്ങൾ നിഷേധിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയുള്ള സംരക്ഷണങ്ങൾ ഭരണഘടനയിൽ എഴുതി ചേർത്തത്. നമ്മൾ അന്തർദേശീയ തലത്തില് മനുഷ്യാവകാശങ്ങളെ കുറിച്ച് പഠിക്കുമ്പോൾ ഇത്തരം UN ട്രീറ്റികളെ കുറിച്ചും കൺവെൻഷൻസിനെ കുറിച്ചൊക്കെ നമ്മൾ വായിക്കും. പക്ഷെ പ്രായോഗിക തലത്തിൽ അത് എത്തുമ്പോൾ, ഇതിനു മുമ്പ് ഞാൻ നിങ്ങളോട് സംസാരിച്ചപ്പോൾ ഒരിക്കൽ പറഞ്ഞിരുന്നു, നമ്മുടെ മലയാളിയായിട്ടുള്ള ജസ്റ്റിസ് മാത്യു അദ്ദേഹത്തിന്റെ പ്രശസ്തമായ ഒരു വിധിന്യായത്തിൽ പറയുന്നുണ്ട്, മനുഷ്യാവകാശം എന്ന് പറയുന്നത് ഒരു ഒഴിഞ്ഞ പാത്രമാണ്. ആ ഒഴിഞ്ഞ പാത്രത്തിൽ അവനവന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇട്ട് അത് രുചിക്കാനായിട്ടുള്ള അവസരം നമുക്കുണ്ടാവണം. അപ്പോഴാണ് മനുഷ്യാവകാശം നമുക്ക് അനുഭവപ്പെടുക. അല്ലെങ്കിൽ അത് പുസ്തകത്താളിലെ ഏതാനും വാക്കുകളും വരികളും മാത്രമായിട്ട് അവശേഷിക്കും. നമ്മളുടെ മുമ്പിൽ ഇന്ന് നിൽക്കുന്ന ഒരു പ്രധാന പ്രശ്നം, ഹോമിയോ ഡോക്ടർമാരുടെ ഏറ്റവും വലിയൊരു കൺസേൺ ആയിട്ട് ഇപ്പൊ നിൽക്കുന്നത് നമ്മുടെ സംസ്ഥാനത്തുള്ള പൊതുജനാരോഗ്യ നിയമം തന്നെ കുറിച്ചാണ്. ഈ വിഷയം നമ്മൾ പലവട്ടം നമ്മൾ സംസാരിച്ചു. കഴിഞ്ഞ പ്രാവശ്യവും തിരുവനന്തപുരത്ത് വെച്ചും എറണാകുളത്ത് വെച്ചും സംസാരിച്ചപ്പോൾ ഞാൻ നിങ്ങളുമായി പങ്കുവെച്ച ഒരു ആകാംക്ഷ, അത് എന്നെ സംബന്ധിച്ചോളം അത് ഹോമിയോ ഡോക്ടർമാരുടെ ആകാംക്ഷയല്ല, അത് സാധാരണ മനുഷ്യരുടെ ആകാംക്ഷയാണ്. സാധാരണ മനുഷ്യർക്ക് ഈ നിയമം കൊണ്ടുണ്ടാവുന്ന നഷ്ടം എന്താണ്? തെരഞ്ഞെടുക്കാനുള്ള അവകാശം അവർക്ക് നഷ്ടപ്പെടും. എന്താണ് തെരഞ്ഞെടുക്കാനുള്ള അവകാശം? എനിക്ക് ഒരു ശാരീരികമോ മാനസികവുമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് വന്നാൽ അത് രോഗമാണോ എന്ന് അറിയാനുള്ള ഒരു അവകാശമുണ്ട്. ഏറ്റവും അടിസ്ഥാനപരമായി ഒരു സാധാരണ പൗരന്റെ അവകാശമാണ്. അതിനാണ് നമ്മുടെ രാജ്യത്ത് മെഡിക്കൽ എഡ്യൂക്കേഷൻ നിയമപരമായിട്ട് കൊടുക്കുന്നത്. ഇവിടെ പല സ്ട്രീമുകളുണ്ട്. മോഡേൺ മെഡിസിൻ ഉണ്ട്, ഹോമിയോ ഉണ്ട്, ആയുർവേദമുണ്ട്, ആയുഷ് എന്ന് പറയുന്ന ഒരു വകുപ്പുണ്ട്. ആ വകുപ്പിൽ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ചികിത്സാ വിധികളുണ്ട്. ഇത്രയും ഡൈവേഴ്സിറ്റി ആ വിഷയത്തിൽ കൊടുത്തിരിക്കുന്നത് തന്നെ ഇന്ത്യയെ പോലുള്ള രാജ്യത്ത് ആളുകൾക്ക്
അവർക്ക് ഏത് രീതിയിലുള്ള ചികിത്സാ വിധി തിരഞ്ഞെടുക്കണം എന്നുള്ള തീരുമാനം എടുക്കാനുള്ള ഒരു അവകാശത്തിന് വേണ്ടിയിട്ടാണ്. ആ അവകാശം വളരെ പ്രധാനമാണ്. എന്റെ ശാരീരികവും മാനസികവും സാമ്പത്തികവും സാമൂഹ്യപരവുമായിട്ടുള്ള എന്റെ അവസ്ഥയിൽ എനിക്ക് ഒരു ചോയ്സ് ഉണ്ടാവണം. ആ ഓപ്ഷൻ എക്സർസൈസ് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടാവണം. അത് നിഷേധിക്കപ്പെടുമ്പോൾ അത് മനുഷ്യാവകാശ ലംഘനമാണ്, എന്റെ അവകാശത്തിന്റെ ലംഘനമാണ്. ഇവിടെയാണ് ഈ നിയമവുമായിട്ട് ബന്ധപ്പെട്ട നമ്മുടെ ആദ്യത്തെ പ്രശ്നം. ഈ നിയമം ഒന്നും നിഷേധിക്കുന്നില്ല എങ്കിലും നിയമത്തിന്റെ വായനയിൽ നമുക്ക് മനസ്സിലാവുക അത് മോഡേൺ മെഡിസിനെ മാത്രം സംരക്ഷിക്കുകയും മറ്റുള്ള എല്ലാത്തിനെയും നിരാകരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം, ഒരു എൻവയോൺമെന്റ് അത് ക്രിയേറ്റ് ചെയ്യുന്നത്. നമ്മളൊക്കെ ഭക്ഷണം കഴിക്കാനായിട്ട് ഒരു ഹോട്ടലിൽ ചെല്ലുകയാണെങ്കിൽ അതിന്റെ പുറത്ത് എഴുതി വെച്ചിരിക്കുകയാണ് അത് വെജിറ്റേറിയൻ ഹോട്ടലാണ് എന്ന് എഴുതി വെച്ചിരിക്കുന്നു. ഞാൻ അവിടെ കയറി ചെല്ലുന്നത് എന്റെ ചോയ്സ് ആണ്. അത് വെജിറ്റേറിയൻ ഹോട്ടൽ ആണെന്ന് തന്നെ അറിഞ്ഞിട്ടാണ് ഞാൻ കയറുന്നത്. അവിടെ ഞാൻ കയറി ചെല്ലുമ്പോൾ അവിടെ ഞാൻ നോൺ വെജ് ചോദിക്കേണ്ട കാര്യമില്ല, അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ ഒരു സംസ്ഥാനത്ത് വെജിറ്റേറിയൻ ഹോട്ടൽ മാത്രമേ ഉള്ളൂ എങ്കിലോ, അപ്പൊ എന്റെ ചോയ്സ് എവിടെ പോയി? എന്റെ ഓപ്ഷൻസ് എവിടെ പോയി? അപ്പോൾ ഇത് എന്റെ യുക്തിപരമായ തീരുമാനത്തിന്റെ വിധേയമായിട്ടല്ല എന്നിൽ അടിച്ചേൽപ്പിക്കുന്നത്. അത് മറ്റാരോ എടുക്കുന്ന തീരുമാനമായിട്ട് മാറും. അത് ഒന്നുകിൽ ഭരണകൂടത്തിന്റെ തീരുമാനമാകാം, അല്ലെങ്കിൽ അത് മാർക്കറ്റ് ഫോഴ്സസിന്റെ തീരുമാനമാവാം, വിപണിയുടെ തീരുമാനമാവാം. വിപണിയുടേതായ ചില മാനദണ്ഡങ്ങൾ നമ്മൾ എക്കണോമിക്സിലൊക്കെ പഠിക്കുന്നു. ഒരു വിപണിയുടെ നിയമപ്രകാരം ഓപ്ഷൻസ് ലിമിറ്റഡ് ആകുന്നു, ചോയ്സസ് ലിമിറ്റഡ് ആകുന്നു എങ്കിൽ അതിനെ മറികടക്കാൻ മറ്റു പല സാധ്യതകളുണ്ട്. പക്ഷെ ഭരണകൂടം അതിന് കൂട്ടുനിൽക്കുകയാണെങ്കിൽ അത് ബുദ്ധിമുട്ടാവും. അങ്ങനെ ഒരു മാറ്റം ഈ നിയമത്തിൽ സംഭവിച്ചു പോയിരിക്കുന്നു. പൊതുജനങ്ങളുടെ ആരോഗ്യത്തിന് വേണ്ടി എന്ന് പറയുമ്പോൾ ഈ നിയമം കൊണ്ടുവരുമ്പോൾ തന്നെ ആ നിയമത്തിന്റെ തുടക്കത്തിൽ തന്നെ നമ്മൾ ഒരിക്കൽ വായിക്കുമ്പോൾ ശ്രദ്ധയോടെ നമ്മൾ കേട്ടു. ആ നിയമം തുടങ്ങുമ്പോൾ തന്നെ അതിലൊരു പ്രശ്നമുണ്ട്. ആ നിയമത്തിന്റെ ലക്ഷ്യം വളരെ വ്യക്തമായിട്ട് പറയുന്നത് an approach of one health for public health care to be adopted എന്നാണ്. ഈ വൺ ഹെൽത്ത് എന്ന് പറയുമ്പോൾ തന്നെ അത് ഏത് ഹെൽത്ത് എന്നൊരു ചോദ്യം വരും. ഏകാരോഗ്യം എന്നാണ് മലയാളത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഈ വൺ ഹെൽത്ത് എന്ന് പറയുമ്പോൾ എന്താണ് ഹെൽത്ത്, എന്താണ് ആരോഗ്യം? ഹോമിയോ ചികിത്സാ വിധിയുടെ ആരോഗ്യ സങ്കല്പവും ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ ആരോഗ്യ സങ്കല്പവും ആയുർവേദത്തിന്റെ ആരോഗ്യ സങ്കല്പവും വളരെ വ്യത്യസ്തമാണ്. അപ്പോൾ ആരോഗ്യം എന്ന് പറയുന്ന വാക്കിന്റെ ഡെഫിനിഷൻ തന്നെ പരസ്പരം ചേരാത്ത, ഞാൻ 3 ഉദാഹരണം മാത്രം വെച്ചിട്ടാണ് പറയുന്നത്. മറ്റു ധാരാളം ചികിത്സാ വിധികൾ ഈ രാജ്യത്തുണ്ട്. പ്രത്യേകിച്ച് കേരളത്തിൽ നമുക്കറിയാം, വിദേശ രാജ്യങ്ങളിൽ നിന്ന് വന്നു പോലും കളരി മർമ്മ ചികിത്സ എടുത്തു പോകുന്ന മനുഷ്യർ ഇവിടെ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അത് തെറ്റാണെങ്കിൽ അത് നിരോധിച്ചേക്കണം. അതല്ലേ ഭരണകൂടം ചെയ്യേണ്ടത്. ഈ ഒളിച്ചു നിന്ന് പറയേണ്ട കാര്യമില്ലല്ലോ, പരസ്യമായി പറയണം. ആരോഗ്യം എന്ന് പറഞ്ഞാൽ അത് മോഡേൺ മെഡിസിൻ ആണെന്നും ബാക്കിയൊന്നും ആരോഗ്യമല്ല എന്നും പറഞ്ഞ പ്രശ്നം തീർന്നു. പക്ഷെ ഇത് പതുക്കെ പതുക്കെ ശ്വാസം ഞെക്കി കൊന്നുകളയുന്നൊരു സമീപനം ഈ നിയമത്തിലുണ്ട്. അപ്പൊ ഏകാരോഗ്യം എന്ന് പറഞ്ഞിട്ട് അത് പൊതുജനാരോഗ്യ സംരക്ഷണത്തിനാണെന്ന് പറയുകയും അത് പബ്ലിക് ഹെൽത്തിന് വേണ്ടിയിട്ടാണെന്ന് പറയുകയും മറ്റു തരത്തിലുള്ള എല്ലാ ഓപ്ഷൻസും അത് ലിമിറ്റ് ചെയ്യപ്പെടുകയും കൺട്രോൾ ചെയ്യപ്പെടുകയും പതുക്കെ നാച്ചുറൽ ആയിട്ടുള്ള ഡെത്തിലേക്ക് അത് പോവുകയും ചെയ്യുന്ന ഒരു സാഹചര്യം, അത് ഡിനയൽ ഓഫ് നാച്ചുറൽ ജസ്റ്റിസ് ആണ്, ഡിനയൽ ഓഫ് ഹ്യൂമൻ റൈറ്റ് ആണ്. ഇത് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ പൊതുജനാരോഗ്യ നിയമത്തിന്റെ പ്രശ്നം ഹോമിയോ ഡോക്ടർമാരുടെ മാത്രം പ്രശ്നമല്ല, ഇത് എല്ലാവരുടെയും പ്രശ്നമാണ്. ഒരു മോഡേൺ മെഡിസിൻ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ഡോക്ടർക്ക് കാലുളുക്കുമ്പോ ഒരല്പം തൈലം മേടിച്ച് കാലുമ പുരട്ടാൻ നിയമപരമായിട്ടൊരു അവകാശം ഉണ്ടാവണം, വേണ്ടേ? അത് അദ്ദേഹത്തിന്റെ ഒരു അവകാശമല്ലേ? ഞാൻ മോഡേൺ മെഡിസിൻ പ്രാക്ടീസ് ചെയ്യുന്ന ഡോക്ടറാണ്, പക്ഷെ എന്റെ കാലുളുക്കി,
എനിക്കിതിരി മുറിവെണ്ണ പുരട്ടണം എന്ന് അദ്ദേഹം തീരുമാനിച്ചാൽ അത് ഇല്ലീഗൽ ആയാലത്തെ അവസ്ഥ എന്താ? കാരണം ഇവിടെ മരുന്ന് ഉൽപ്പാദിപ്പിക്കുന്നതും വിതരണം ചെയ്യുന്നതിനും നിയമമുണ്ടല്ലോ, അല്ലെ? എല്ലാവർക്കും മരുന്ന് ഉൽപ്പാദിപ്പിക്കാനും വിതരണം ചെയ്യാനും സൂക്ഷിക്കാനും പ്രിസ്ക്രൈബ് ചെയ്യാനും ഒന്നും സാധിക്കില്ലല്ലോ. അപ്പൊ മരുന്ന് എന്ന കാറ്റഗറിയിൽ വരികയാണെങ്കിൽ ആ മരുന്ന് ഏതെങ്കിലും ഒരു ചികിത്സാ വിധിയുടെ ഭാഗമായിരിക്കണം. ആ നിയമവുമായിട്ട് ചേർന്ന് പോകണം. ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു മെഡിക്കൽ പ്രാക്ടീഷണർ അത് പ്രിസ്ക്രൈബ് ചെയ്യണം. അത് മാനുഫാക്ചർ ചെയ്യാനും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനും സെല് ചെയ്യാനും അതിന്റെ ഫാർമസ്യൂട്ടിക്കൽ ആയിട്ടുള്ള കമ്പോണൻസ് ഏതാണെന്ന് ഡിഫൈൻ ചെയ്യാനുമുള്ള ഒരു നിയമവ്യവസ്ഥ ഈ രാജ്യത്തുണ്ട്. അപ്പോൾ പൊതുവായിട്ടുള്ള ഒരു സമീപനം ഈ കാര്യത്തിൽ എടുക്കാത്തത് കൊണ്ടാണ് ഈ കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. ആ കൺഫ്യൂഷൻ ഇന്റൻഷനിലാണ്, അത് മനഃപൂർവ്വം വന്നിരിക്കുന്നതാണ്. ഈ ഒരു അപകടം ഇതിന്റെ അകത്തുണ്ട്. മറ്റൊന്ന്, വലിയൊരു മനുഷ്യാവകാശ പ്രശ്നം ഈ നിയമത്തിലുള്ളത് പ്രൈവസിയാണ്. രോഗികളുടെ സ്വകാര്യതയെ ബ്രീച്ച് ചെയ്യുന്ന ധാരാളം കണ്ടീഷൻസ്, ധാരാളം വകുപ്പുകൾ ഇതിന്റെ അകത്തുണ്ട്. എന്റെ സ്വകാര്യത എന്ന് പറയുന്നതിൽ എന്റെ ജീവിതത്തിന്റെ, എന്റെ ആരോഗ്യത്തിന്റെ, എന്റെ വ്യക്തിബന്ധങ്ങളുടെ, എന്റെ രോഗാവസ്ഥയുടെ സ്വകാര്യതയുണ്ട് എനിക്ക്. അത് നഷ്ടപ്പെടാൻ എനിക്ക് താല്പര്യമില്ല. അതിവിടെ നഷ്ടപ്പെടുന്നുണ്ട്. അതെന്റെ മനുഷ്യാവകാശ ലംഘനമാണ്. മറ്റൊന്ന്, ഡാറ്റയുടെ കോൺഫിഡൻഷ്യാലിറ്റി. എന്റെ മെഡിക്കൽ ഡാറ്റ, അതെന്റെ വ്യക്തിപരമായ മെഡിക്കൽ ഡാറ്റയാണ്. ഒരു മെഡിക്കൽ പ്രാക്ടീഷണർ ഏറ്റവും അടിസ്ഥാനപരമായി പുലർത്തുന്ന കുറച്ച് എത്തിക്സുകളുണ്ട്, മെഡിക്കൽ എത്തിക്സ് ഉണ്ട്. അതിൽ ഏറ്റവും പ്രധാനമാണ് ഞാനൊരു ഡോക്ടറോട് ഞാൻ പറയുന്ന വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുക എന്നുള്ളത്. ആ ഒരു വിശ്വാസത്തിലാണ് ഞാൻ ഡോക്ടറോട് എന്റെ രോഗവിവരങ്ങളും എന്റെ ആരോഗ്യത്തെക്കുറിച്ചും എന്റെ അനാരോഗ്യത്തെക്കുറിച്ചും എന്റെ ശരീരത്തിന്റെ പ്രത്യേകതകളെ കുറിച്ചും ഞാൻ പറയുക. ആ വിവരം ആ പഞ്ചായത്തിൽ എല്ലാവരും അറിയുന്ന ഒരു സംവിധാനത്തിലേക്ക് ഈ നിയമത്തിന് ധാരാളം വകുപ്പുണ്ട്. ഞാൻ ഓരോ വകുപ്പെടുത്ത് വായിക്കാൻ പോയാൽ തീരില്ല. പഞ്ചായത്ത് മുഴുവൻ അറിയും, അത് ഉറപ്പാണ്. കാരണം അതിനുള്ള ഒരു ഉറപ്പ് ഈ നിയമത്തിന് കൊടുക്കുന്നുണ്ട്. എന്റെ രോഗവിവരങ്ങളും എന്റെ അവസ്ഥയും നാട്ടിലെല്ലാവർക്കും അറിയാൻ പറ്റും. അത് എന്ത് മനുഷ്യാവകാശ സംരക്ഷണമാണ്. തികച്ചും അപലപനീയമായ ഒരു സമീപനമാണ് ഈ നിയമത്തിൽ അത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ദെൻ ട്രീറ്റ്മെന്റ് പ്ലാൻ. എന്റെ ചികിത്സാ വിധി ഏത് പ്രകാരമായിരിക്കണം? ഈ കഴിഞ്ഞ നാളുകളിൽ വന്നിട്ടുള്ള പുതിയ നിയമങ്ങളിലെല്ലാം തന്നെ അഡ്വാൻസ് ഡയറക്റ്റീവ് എന്നൊരു കൺസെപ്റ്റ് ഇന്ത്യയിലും മറ്റു രാജ്യങ്ങളിലൊക്കെ കാണപ്പെടുന്ന ഒരു സംവിധാനമാണത്, അഡ്വാൻസ് ഡയറക്റ്റീവ്. ഈവൻ കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടു, ആരോഗ്യ സംബന്ധമായ ജീവിതത്തിന്റെ അവസാന ഘട്ടത്തിൽ എടുക്കാവുന്ന തീരുമാനങ്ങളെ കുറിച്ചുള്ള ഒരു ബില്ല് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് പോലും ഹൈക്കോടതി ഈ അടുത്ത വിധികൾ പുറപ്പെടുവിച്ചു. അതിലും ഏറ്റവും വളരെ കുറഞ്ഞൊരു കാര്യമാണ് എന്റെ ചികിത്സ എങ്ങനെ വേണമെന്ന് എനിക്ക് നിശ്ചയിക്കാനുള്ള ഒരു അവകാശം. ഒരു ഡോക്ടർ പറയുന്നു ഇന്ന രീതിയിൽ ചികിത്സിക്കണം, വേണ്ട എനിക്ക് ചികിത്സിക്കേണ്ട, ഞാൻ വീട്ടിൽ പോവുകയാണെന്ന് പറയാൻ പറ്റണം എനിക്ക്. അതെന്റെ ഒരു അവകാശമല്ലേ? ആ അവകാശം ഇതിൽ നിഷേധിക്കപ്പെടുകയാണ്. ഏത് രോഗാവസ്ഥയെയും ഒരു സാംക്രമിക രോഗമാണെന്നോ അല്ലെങ്കിൽ പൊതുജനത്തിന് അപകടമുണ്ടാക്കാവുന്ന പബ്ലിക് ത്രെട്ടാക്കുന്ന ഒരു അവസ്ഥയാണെന്ന് ഡിക്ലെയർ ചെയ്തിട്ട് ആ ഡിക്ലറേഷന്റെ തീരുമാനത്തിന്റെ പുറത്ത്, ആ ഡിക്ലറേഷന്റെ പുറത്ത് ആ വ്യക്തിയുടെ അവകാശങ്ങളെ പൂർണ്ണമായി ലംഘിക്കാനായിട്ട് ഇതിൽ സാധിക്കും. അത് ആരാണ് ചെയ്യുക? അവിടെയാണ് പ്രശ്നം. അതിന് കോമ്പിറ്റന്റ് ആയിട്ടുള്ള ഒരു എക്സ്പെർട്ട് അതോറിറ്റി അല്ല ഇവിടെ ചെയ്യുന്നത്. ഒരു സർക്കാർ ഉദ്യോഗസ്ഥനെ അത് സാധിക്കും ഈ നിയമപ്രകാരം. ഇതേ കാര്യത്തെ കുറച്ചുകൂടി ഗൗരവമായിട്ട് കണ്ടിരുന്നുവെങ്കിൽ ആ വ്യക്തിയുടെ രോഗാവസ്ഥയോ ചികിത്സാ വിധിയെ കുറിച്ച് തീരുമാനമെടുക്കുന്ന ഒരു എക്സ്പെർട്ട് ടീം, ആ എക്സ്പെർട്ട് ടീം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഒരു പാലം ഉറപ്പുള്ളതാണോ ഇല്ലയോ എന്ന് അന്വേഷിക്കാനായിട്ട് അവിടുത്തെ വക്കീലോ ആയുർവേദ ഡോക്ടറോ ഹോമിയോ ഡോക്ടറോ ഇംഗ്ലീഷ് ഡോക്ടറോ പോയാൽ തീരുമില്ലല്ലോ. അല്ല, അങ്ങനെയാണെങ്കിൽ അത് വളരെ എളുപ്പമാണ്. ഒരു പാലത്തിന് ഉറപ്പുണ്ടോ അല്ലെങ്കിൽ റോഡിലെ കുഴി അടയ്ക്കാൻ പറ്റുമോ എന്ന് പരിശോധിക്കാൻ അവിടുത്തെ ഡോക്ടർമാർ വിട്ടിട്ട് തീരുമില്ലല്ലോ. പക്ഷെ ഈ നിയമത്തിൽ അങ്ങനെയാണ്, റിവേഴ്സാണ്. അപ്പോ ഏത് കാര്യത്തിനും തീരുമാനമെടുക്കാനായിട്ടുള്ള അതിന്റെ എക്സ്പെർട്ട് ടീം എന്ന, എക്സ്പെർട്ടൈസ് എന്ന് പറയുന്ന, വിദഗ്ധർ എന്ന് പറയുന്ന അല്ലെങ്കിൽ വൈദഗ്ധ്യമുള്ള ആളുകൾ എന്ന് പറയുന്നത് അത് പഠിച്ചവരും അതിന്റെ പരിശീലനം കിട്ടിയവരും ആയിരിക്കണം. ഇവിടെ അങ്ങനെയല്ല. അത് തന്നെയല്ല, ഇത് ഏക ഒരു വ്യക്തിയിൽ ഇത് കേന്ദ്രീകരിക്കുന്നു.
വ്യക്തി കേന്ദ്രീകൃതമായ തീരുമാനങ്ങൾ എത്രമാത്രം അപകടകരമായിരിക്കുമെന്ന് നമുക്ക് പ്രായോഗികമായി ചിന്തിച്ചാൽ മനസ്സിലാവും. അപ്പോൾ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ഈ നിയമത്തെ വ്യാഖ്യാനിക്കാനും തീരുമാനങ്ങൾ എടുക്കാനും അതുവഴി ആ പ്രദേശത്തെ വ്യക്തികളുടെ ആരോഗ്യത്തെയും ജീവിതത്തെയും നിയന്ത്രിക്കാനും പറ്റുന്നൊരവസ്ഥ എത്രമാത്രം അപകടകരമാണ്, അത് എത്രമാത്രം മനുഷ്യാവകാശ ലംഘനങ്ങൾക്ക് സാധ്യതയുണ്ടാക്കുന്നു. ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് ഹോമിയോ ഡോക്ടർമാർ എന്ന നിലയിൽ ആ ഒരു ഡോക്ടറുടെ പ്രൊഫഷണൽ ആയിട്ടുള്ള ആ ജീവിത രീതിയെ നിയന്ത്രിക്കുന്ന സമീപനങ്ങൾ വരുന്നത്. ആ ഡോക്ടർ ചികിത്സിക്കാൻ തീരുമാനിക്കുമ്പോൾ എങ്ങനെ ചികിത്സിക്കണമെന്നും എന്തൊക്കെ ടെസ്റ്റ് ചെയ്യണമെന്നും പഠിക്കാനാണല്ലോ 4-5 കൊല്ലം മെഡിക്കൽ കോളേജിൽ പോയി പഠിച്ചിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് സർട്ടിഫിക്കറ്റ് വന്നിട്ടുള്ളത്. ആ ലൈസൻസിന്റെ പുറത്തല്ലേ പ്രാക്ടീസ് ചെയ്യുന്നത്. ഇനി അതിന്റെ മേലെ ഒരു ഓഫീസർ വന്നിരുന്നിട്ട് അതൊന്നും പറ്റൂല, ഞാൻ പറയുന്ന രീതിയിൽ വേണമെന്ന് ഈ നിയമപ്രകാരം പറഞ്ഞാല് പിന്നെ ആരാണ് ഇതിൽ തീരുമാനിക്കുക? ആ പേഷ്യന്റിന് ഉണ്ടാവുന്ന കോൺസിക്വൻസിന് ആരാണ് ഉത്തരവാദിത്തം ഏൽക്കുക? ഡോക്ടറാണോ ഈ ഓഫീസർ ഗവൺമെന്റ് ഓഫീസറാണോ? അപ്പോൾ നിഷേധിക്കപ്പെടുന്നത് രണ്ടുപേരുടെ മനുഷ്യാവകാശമാണ്. ഒന്ന് രോഗിയുടെ, രണ്ട് ഡോക്ടറുടെ. അപ്പൊ വ്യക്തമായ മനുഷ്യാവകാശ ലംഘനങ്ങൾ ഈ കാര്യത്തിൽ സംഭവിക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട ജസ്റ്റിസ് ഹരിഹരൻ സാറുള്ള സ്ഥലത്ത് ഞാൻ കയറി ഹൈക്കോടതി സുപ്രീം കോടതി വിധികൾ വ്യാഖ്യാനിക്കേണ്ടതില്ല. എന്നാൽ പേര് 1-2 കാര്യങ്ങളൊന്ന് പറഞ്ഞേക്കാം. ഏത് നിയമ വിദ്യാർത്ഥിക്കും അറിയാവുന്ന കുറെ വിധികളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം കേശവാനന്ദ ഭാരതിയാണ്. കേശവാനന്ദ ഭാരതി മുതൽ നമുക്ക് ഇങ്ങോട്ട് വായിച്ചു വരുമ്പോ 1981 ജസ്റ്റിസ് ഭഗവതിയുടെ ഒരു ഒബ്സർവേഷൻ ഉണ്ട്. റൈറ്റ് ടു ലൈഫ് ഇൻക്ലൂഡ്സ് ദ റൈറ്റ് ടു ലീവ് വിത്ത് ഹ്യൂമൻ ഡിഗ്നിറ്റി. അപ്പൊ ആ ഡിഗ്നിറ്റി, ഹ്യൂമൻ ഡിഗ്നിറ്റി എന്ന് പറയുന്നത് അത് അന്തസ്സാണ്, മനുഷ്യന്റെ അന്തസ്സാണ്. ആ അന്തസ്സിനെ ഹനിക്കുന്ന ഒന്നാണ് എന്റെ പ്രൈവസിയുടെ ബ്രീച്ച്, എന്റെ ഡാറ്റയുടെ കോൺഫിഡൻഷ്യാലിറ്റി ബ്രീച്ച്. ജസ്റ്റിസ് ഭഗവതി പറയുന്നുണ്ട് അഡീക്വറ്റ് ന്യൂട്രീഷൻ എന്റെ അവകാശമാണ്. എന്താണ് ന്യൂട്രീഷൻ? ന്യൂട്രീഷൻ എന്ന് പറയുന്നത് ഏതോ കമ്പനി ഉണ്ടാക്കിയെടുത്തിട്ടുള്ള പ്രോട്ടീൻ പൗഡർ ആണെങ്കിൽ അത് എല്ലാവർക്കും അക്സെപ്റ്റബിൾ ആയിരിക്കണം. അപ്പോൾ അത് ഹോമിയോ ഡോക്ടർക്കും ആയുർവേദ ഡോക്ടർക്കും അക്സെപ്റ്റബിൾ അല്ല. അപ്പൊ ന്യൂട്രീഷന്റെ ഡെഫിനിഷനിൽ മോഡേൺ മെഡിസിൻ മാത്രമേ വരുള്ളൂ എങ്കിൽ പ്രശ്നമാണ്. അപ്പോ ഇത് എല്ലാവർക്കും തുല്യമായിട്ട് കാര്യങ്ങൾ തിരഞ്ഞെടുക്കാനുള്ള ഒരു അവകാശത്തിന്റെ അടിസ്ഥാനപരമായ ലംഘനം ഇവിടെ സംഭവിക്കുന്നുണ്ട്. ദെൻ റൈറ്റ് ടു പ്രൈവസി. റൈറ്റ് ടു പ്രൈവസി ഈ അടുത്ത കാലങ്ങളിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട പുട്ടുസ്വാമി കേസ് എന്ന് പറയും ഞങ്ങൾ വക്കീലന്മാര്. ഈ പുട്ടുസ്വാമി കേസിൽ റൈറ്റ് ടു പ്രൈവസി വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്നു. അപ്പോൾ എന്റെ ആരോഗ്യത്തെക്കുറിച്ച് ഉള്ള എന്റെ അവകാശം, എന്റെ ജീവിതത്തെക്കുറിച്ച്, എന്റെ ജീവനെ കുറിച്ചുള്ള എന്റെ അവകാശം ആർട്ടിക്കിൾ 21 നമ്മുടെ ഭരണഘടനയിലുള്ളതാണ്. എന്റെ സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള എന്റെ സങ്കല്പങ്ങള്, ലിബർട്ടി. ലിബർട്ടി എന്ന വാക്കൊക്കെ ഫ്രാൻസിലെ പാരീസ് നഗരത്തിൽ മാത്രം എഴുതി വെക്കുന്ന ഒരു വാക്കല്ല. അത് ഈ കേരളത്തിലും സാധാരണ മനുഷ്യന്മാർക്കൊക്കെ അവകാശപ്പെട്ട ഒരു വാക്കാണ്. അതൊക്കെ പ്രായോഗികമാവണം, എവിടെയെങ്കിലും എഴുതി വെച്ചുകൊണ്ടായില്ല. അപ്പൊ എന്റെ പേഴ്സണൽ ലിബർട്ടിയില് ഇത് ഉൾപ്പെടുന്നുണ്ട്. അപ്പൊ ഒരു പൗരൻ എന്ന നിലയിൽ എനിക്ക് എന്റെ റൈറ്റ് ടു ചോയ്സസ് ഉണ്ട്. കേശവാനന്ദ ഭാരതിയിലെ പലതരം ചോയ്സസ് പറയുന്നുണ്ട്. റീപ്രൊഡക്റ്റീവ് ചോയ്സ്, എഡ്യൂക്കേഷണൽ ചോയ്സ്, മാരിറ്റൽ ചോയ്സ്, ഒക്യുപ്പേഷണൽ ചോയ്സ്, ലൈഫ് സ്റ്റൈൽ ചോയ്സ്. ഇതെല്ലാം ചോയ്സസ് ആണ്. എന്റെ ചികിത്സ എങ്ങനെ വേണം, എന്റെ ആരോഗ്യം എങ്ങനെ വേണം, അതെങ്ങനെ സംരക്ഷിക്കപ്പെടണം എന്നുള്ള എന്റെ ചോയ്സ് എക്സർസൈസ് ചെയ്യാനായിട്ടുള്ള ഒരു അവകാശം, അതെന്റെ ഫണ്ടമെന്റൽ റൈറ്റ് ആണ്. ഈ ഫണ്ടമെന്റൽ റൈറ്റ് നിഷേധിക്കപ്പെടുന്ന ഒരു നിയമത്തെ അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം വിഷയങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ഒക്കെ വായിച്ചു കൂട്ടണമെന്നൊന്നുമില്ല. നമ്മുടെ കൺമുമ്പിലുള്ള സാഹചര്യങ്ങൾ പരിശോധിച്ചാൽ മതി.
എന്റെ ശരീരത്തിൽ എനിക്കൊരു അവകാശം വേണം. എന്റെ ശരീരത്തിൽ എനിക്കൊരു അവകാശമുണ്ട്. എന്റെ ശരീരത്തിൽ ഭരണകൂടത്തിന്റെ അവകാശത്തെക്കാൾ മുകളിൽ നിൽക്കണം എന്റെ ശരീരത്തിൽ എനിക്കുള്ള അവകാശം. ഇതൊക്കെ ഒരു അന്തർദേശീയ തത്വമാണ്. അതുകൊണ്ടാണ് നമ്മളൊരു ആശുപത്രി പോയി ഒരു സർജറി ചെയ്യും മുമ്പ് എന്റെ കൺസെന്റ് ഒരു പേപ്പറിൽ ഒപ്പിട്ട് വാങ്ങുന്നത്. അതുകൊണ്ടാണ്. എന്റെ സമ്മതം കിട്ടാതെ ഒരു ഡോക്ടർക്ക് എന്റെ ശരീരത്ത് സർജറി നടത്താൻ കഴിയില്ല. അതെന്റെ കൺസെന്റ് വേണം. കാരണം എന്റെ ശരീരത്തിന്റെ ഉടമ ഞാനാണ്. എന്റെ ശരീരം എന്റെ അവകാശമാണ്. ഇതൊക്കെ അന്തർദേശീയ തത്വങ്ങളിൽ, നിയമങ്ങളിൽ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതാണ്. ഇതൊന്നും പരിഗണിക്കുക പോലും ചെയ്തിട്ടില്ല ഈ നിയമം എന്നുള്ളതാണ് എന്റെ പ്രത്യേകത. അതുകൊണ്ടാണ് നമ്മൾ ഒരിക്കൽ സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ആരെങ്കിലും ഇത് വായിച്ചിട്ടുണ്ടോ എന്ന് പോലും നമുക്ക് സംശയം തോന്നും. ഇത് നിയമം വായിച്ചാൽ ആരെങ്കിലുമൊക്കെ വായിച്ചിട്ടുണ്ടെങ്കിൽ ഇത്ര അബദ്ധം ഇതിൻ്റെ അകത്ത് എഴുതി വെക്കില്ല. അത്ര നിസ്സാരമായാണ് ഈ നിയമം മുന്നോട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ മെഡിക്കൽ എത്തിക്സിനെ കുറിച്ചോ അതിന്റെ റെസ്പോൺസിബിലിറ്റിയെ കുറിച്ചോ അക്കൗണ്ടബിലിറ്റിനെ കുറിച്ചോ ഒക്കെ ചർച്ച ചെയ്യുമ്പോൾ തന്നെ ഈ നിയമം ഉണ്ടാക്കി കൊണ്ടുവന്നവരുടെ അക്കൗണ്ടബിലിറ്റിയും റെസ്പോൺസിബിലിറ്റിയും നമ്മൾ ആലോചിക്കേണ്ടി വരും. എത്രമാത്രം അവരെ ഈ കാര്യം ചെയ്തിട്ടുണ്ട്. വ്യക്തിപരമായി എനിക്ക് തോന്നുന്നു ഏറ്റവും വലിയ മനുഷ്യാവകാശ ലംഘനം നടന്നിട്ടുള്ളത് ഈ നിയമത്തിലൂടെ തന്നെയാണ്. അത് ഉറക്കെ ചോദിക്കാൻ നമുക്ക് സാധിക്കണം. അത് നമ്മുടെ അവകാശമല്ലേ. ഈ രാജ്യത്തെ ഏറ്റവും വലിയ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ഉറക്കെ സംസാരിക്കാനുള്ള അവകാശമാണ്. ഉറക്കെ സംസാരിക്കാനുള്ള അവകാശം. ഈ നിയമത്തിൽ പ്രശ്നമുണ്ട്. രാജാവ് നഗ്നനാണ് എന്ന് പറയാനുള്ള ഒരു സ്വാതന്ത്ര്യം നമുക്ക് വേണമല്ലോ. ഈ നിയമത്തിൽ പ്രശ്നമുണ്ട്. അത്തരം ഒരു ചലഞ്ച് ഉണ്ടാവേണ്ട സമയം കഴിഞ്ഞു. കാരണം ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഒരു പ്രശ്നമുണ്ടായിട്ട് നമ്മൾ സംസാരിക്കാൻ ശ്രമിച്ചാൽ ഇത് മുന്നോട്ട് പോവില്ല. കാരണം നമുക്കറിയാം, നമ്മുടെ ഭരണകൂടവും നമ്മുടെ ജുഡീഷ്യറിയും, വിത്ത് ഓൾ റെസ്പെക്ട് ഹരിഹരൻ സാർ അങ്ങനത്തെ അബദ്ധങ്ങളിലൊന്നും പോയി വീഴാത്ത ഒരാളാണ്. ഈ അധികാരം തലയ്ക്ക് പിടിച്ചു കഴിഞ്ഞാൽ ന്യായാധിപരുടെയും ചിന്ത എല്ലാം അവർക്ക് അവകാശപ്പെട്ടാണെന്നുള്ളതാണ്. അങ്ങനെയല്ലല്ലോ. തിരിച്ചു ചോദ്യം ചോദിക്കാൻ നമുക്കിങ്ങനെ നിൽക്കാനെങ്കിലും പറ്റണ്ടേ. അപ്പോൾ എന്റെ ചോയ്സസ്, എന്റെ ഓപ്ഷൻസ്, എന്റെ ഓപ്പർച്യൂണിറ്റീസ്, എന്റെ ഡിസിഷൻസ് അത് റെസ്പെക്ട് ചെയ്യാൻ ഭരണകൂടം തയ്യാറാവണം, നിയമങ്ങളും തയ്യാറാവണം. ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങൾക്ക് വിരുദ്ധമായ ഒരാശയത്തെയും നിലനിൽക്കാൻ അനുവദിച്ചുകൂടാ. ഇന്ത്യ ഐക്യരാഷ്ട്ര സംഘടനയുടെ ഭാഗമാണ്. എല്ലാ UN ട്രീറ്റുകളും UN കൺവെൻഷൻസും നമുക്ക് ബാധകമാണ്. നമ്മളത് അംഗീകരിച്ചേ പറ്റൂ. അപ്പൊ അത്തരം അടിസ്ഥാനപരമായ വയലേഷൻസ് എവിഡന്റ് ആയിട്ട് നിൽക്കുന്ന സാഹചര്യങ്ങൾ തിരിച്ചറിഞ്ഞ് പ്രായോഗികമായ പ്രതികരണം കൊടുക്കാൻ നമുക്ക് സാധിക്കണം. ഞാൻ ചുരുക്കട്ടെ, ഇന്നത്തെ ഈ വിഷയം ബേസിക് കോൺസെപ്റ്റ്സിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം. എക്സിക്യൂട്ടീവ് ആക്ഷൻ, അതായത് ഭരണകൂടത്തിന്റെ പ്രവൃത്തി, അവരുടെ നിശ്ചയങ്ങൾ, അത് വ്യക്തിയുടെ അവകാശത്തിന്റെ മേലെ പോകാൻ നിയമപരമായി സാധിക്കുമോ എന്ന് പരിശോധിക്കപ്പെടണം. ഈ രാജ്യം മുന്നോട്ട് വയ്ക്കുന്ന ഡൈവേഴ്സിറ്റി അത് പലതരത്തിലാണ്. ആ ഡൈവേഴ്സിറ്റിയുടെ ഭാഗമാണ് ഇവിടുത്തെ വിവിധ തരത്തിലുള്ള ചികിത്സാ വിധികൾ. സ്വാതന്ത്ര്യം കിട്ടി, ഭരണഘടന വന്നു. അതുകൊണ്ട് ഇവിടുത്തെ മനുഷ്യന്മാരെല്ലാവരും എല്ലാ സ്വാതന്ത്ര്യവും കളയുകയല്ല ഉണ്ടായത്, സ്വാതന്ത്ര്യത്തിന്റെ കൂടുതൽ വിശാലമായ അർത്ഥങ്ങളിലേക്ക് കടക്കുകയാണ് ഉണ്ടായത്. 70-75 വർഷം കഴിയുമ്പോൾ ആ സാധ്യതകളെ ഇല്ലാതാക്കുന്ന ഒരു സമീപനം അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ നിയമത്തെ ആ കാഴ്ചപ്പാടിലൂടെ കാണാനും സാധാരണ മനുഷ്യർക്ക് അവർക്ക് നിഷേധിക്കപ്പെടാൻ ഇടയുള്ള ചികിത്സാ വിധി തിരിച്ചു പിടിക്കാനായിട്ടുള്ള ഒരു ഉത്തരവാദിത്തം ആ ചികിത്സാ വിധിയുടെ പ്രധാന പ്രചാരകരും പ്രയോക്താക്കളുമായിട്ടുള്ള ഹോമിയോ ഡോക്ടർമാര് മുന്നോട്ട് വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു.
എല്ലാ ആശംസകളും പിന്തുണയും വാഗ്ദാനം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി. വളരെ നന്നായി സാർ. മാറ്റിവിൻ ചട്ടങ്ങളെ എന്ന് പറയേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്ന് വളരെ വ്യക്തമാണ്. സാറ് പറയുകയുണ്ടായി, ചോയ്സ് ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും മനുഷ്യാവകാശ ലംഘനമുണ്ട്. അതുപോലെ പ്രൈവസിക്കുള്ള ബ്രീച്ച് ചെയ്യുന്നുണ്ട്, അത് മനുഷ്യാവകാശ ലംഘനമാണ്. ഡാറ്റ കോൺഫിഡൻഷ്യാലിറ്റി ഇല്ല, അത് മനുഷ്യാവകാശ ലംഘനമാണ്. പിന്നെ ട്രീറ്റ്മെന്റ്, ഏത് തരത്തിലുള്ള ചികിത്സ വേണം എന്ന് തീരുമാനിക്കുന്നത് അവകാശ ലംഘനമാണ്. അതുപോലെ തന്നെയാണ് എൻ്റെ ശരീരത്തിൽ എനിക്കുള്ള അവകാശം. അത് ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നമുക്ക് അവകാശമുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. അതിൽ വലിയൊരു അപാകത ഇതിനകത്ത് പറ്റിയിട്ടുണ്ട്. പിന്നെ സാറ് പറഞ്ഞ പോലെ തന്നെ ഡൈവേഴ്സിറ്റിയുടെ ഭാഗം അത് അതിലംഘിക്കുന്നു എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. വളരെ ഉജ്ജ്വലമായ സാറ് സംസാരിച്ച് കൃത്യമായിട്ട്. അപ്പോൾ ശരി, ഒരു കാര്യം, ഇതിനകത്ത് മുന്നോട്ട് പോകാനും ഇനിയും നിയമ നടപടികൾക്കുള്ള സാധ്യത ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നത്. നമുക്ക് ചർച്ചയിലേക്ക് പോകാം. ദയവായി എല്ലാവരും ഹാൻഡ് റൈസ് ചെയ്യുക. വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. സാറ് പറയുകയുണ്ടായി, ഹോമിയോപ്പതി ഡോക്ടർമാരെയല്ല ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് സമൂഹത്തെ തന്നെയാണ്. കാരണം കേരളത്തിൽ 15,000 ഡോക്ടർമാരേ ഉള്ളൂ, പക്ഷേ ജനസംഖ്യ 3.5 കോടിയുണ്ട്. അതുകൊണ്ട് ജനങ്ങളുടെ ഉത്തരവാദിത്തമായി എല്ലാവരും കാണണമെന്ന് ആഗ്രഹിക്കുന്നു. പരീത് സാർ എന്ത് പറയുന്നു? പരീത് ബാബ സാർ. കേൾക്കാമോ? ഹലോ, കേൾക്കാം. കേൾക്കാം. വളരെ നല്ല രീതിയിലാണ് പ്രസന്റേഷൻ നടത്തുന്നത്. അതിൻ്റെ എല്ലാ വശങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് അദ്ദേഹം നമ്മുടെ മുമ്പിൽ ഈ വിഷയം അവതരിപ്പിച്ചത്. അപ്പോൾ ഈ മനുഷ്യാവകാശ ലംഘനം എന്നുള്ള സംഗതിയിലെ ഒരു നിയമം നിർമ്മിക്കുന്ന അവസരത്തിൽ ഉണ്ടാകുന്ന മനുഷ്യാവകാശ ലംഘനം അത് എങ്ങനെ കൈകാര്യം ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പം അത് ശരിയായ രീതിയിൽ വായിച്ച് മനസ്സിലാക്കാതെ, അല്ലെങ്കിൽ അതിൻ്റെ ലീഗൽ ആസ്പെക്ട്സ് ഒന്നും മനസ്സിലാക്കാതെ ചെയ്ത ഒരു ബില്ലിൻ്റെ പ്രിപ്പറേഷൻ ആണ് എന്നുള്ളതാണ് ഏകദേശം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ പിന്നെ ഹെൽത്ത് ബില്ല്. അപ്പോൾ ആ രീതിയിൽ വരികയാണെങ്കിൽ നമ്മൾ ഏത് രീതിയിൽ കോടതി മുഖാന്തരം തന്നെ മൂവ് ചെയ്താലേ ഈ പറ്റുള്ളൂ. അതിൽ ഈ നിയമം നിർമ്മിക്കുന്ന സമയത്ത് തന്നെ മനുഷ്യാവകാശ ലംഘനത്തെ കുറിച്ച് ശരിക്കും അവരെ ഉൾക്കൊള്ളുകയും അതനുസരിച്ചിട്ട് ബില്ലുകൾ തയ്യാറാക്കുക അല്ലെങ്കിൽ നിയമം നിർമ്മിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് അദ്ദേഹത്തിൻ്റെ ഒരു അഭിപ്രായം കൂടെ കേട്ടാൽ കൊള്ളാം, വിദഗ്ധരായ ആൾക്കാരോട്. എനിക്ക് എപ്പോഴും പലപ്പോഴും തോന്നിയിട്ടുള്ള ഒരു സംശയമാണിത്. താങ്ക് യു. വേറെ എന്താ സാർ? ഡോക്ടർ പറഞ്ഞത് വളരെ ഗൗരവമുള്ളൊരു കാര്യമാണ്. നിയമപരമായി ഇത് ചലഞ്ച് ചെയ്യപ്പെടേണ്ടതാണ്. പ്രത്യേകിച്ച് ഒരു ലെജിസ്ലേറ്റീവ് മൈൻഡ്, ഒരു വിസ്ഡം ഇതിൻ്റെ അകത്ത് അപ്ലൈ ചെയ്തിട്ടുള്ളതായിട്ട് നമുക്ക് തോന്നുന്നില്ല. ഞാൻ എറണാകുളത്തും തിരുവനന്തപുരത്തും സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഒരല്പം വിഷമമുണ്ടെങ്കിലും ഇത് പാസ്സാക്കിയ MLA-മാർക്ക് ഇതിൻ്റെ ഒരു കോപ്പി അയച്ചു കൊടുത്തിട്ട് വളരെ സോഫ്റ്റ് ആയിട്ട് ചോദിക്കാം, ഇത് വായിച്ചിരുന്നോ? അവരറിഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല ചിലപ്പോ. അല്ല, ഞാൻ ഇത്തരം പല സാഹചര്യങ്ങളിൽ പോയി നിൽക്കേണ്ടി വന്നിട്ടുണ്ട്. ചിലർ ചോദിച്ചിട്ടുണ്ട് നമ്മളോട്, ഇതിങ്ങനെ ഇത് എവിടെ നിന്നാ കിട്ടിയേ? അപ്പൊ സാർ ഇരുന്ന ഒരു സ്ഥലത്തുനിന്ന് ഉണ്ടായതാണെന്നൊക്കെ അപ്പൊ അതൊക്കെ നമുക്ക് പറയേണ്ടി വരും. അപ്പോൾ അവര് ഇതിന്റെ പ്രശ്നങ്ങൾ നമ്മൾ അവരോട് പറഞ്ഞ് ഇതിനെക്കുറിച്ച് നിയമസഭാ സമ്മേളനം കൂടുമ്പോൾ 4-5 MLA-മാരെങ്കിലും ചില ചോദ്യങ്ങൾ ഉന്നയിക്കുകയാണെങ്കിൽ കുറച്ചൊക്കെ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്നുള്ളൊരു മയം വരും. അതിന് മറുവശം അവർ മനസ്സിലാക്കും. എന്നിട്ട് അത് കോടതിയിലേക്ക് നമ്മൾ കൊണ്ടുപോകുമ്പോൾ അതിനൊരു ഗൗരവമായ പ്രതികരണം സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടാവാതിരിക്കില്ല. അല്ലാതെ ആദ്യമേ നമ്മൾ നേരെ കോടതിയിലേക്ക് പോയാൽ അത് ഇരിക്കുന്ന ആളെ അനുസരിച്ചും അതിനോട് സർക്കാരിന്റെ ചിലപ്പോൾ നെഗറ്റീവായിട്ടുള്ള പ്രതികരണമാണ് ഉണ്ടാവുന്നതെങ്കിൽ അതും നമ്മുടെ എഫർട്ടിനെ വല്ലാതെ നശിപ്പിക്കും. അപ്പോൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് MLA-മാരിലെ എനിക്ക് തോന്നുന്നു ഇത്ര MLA-മാരിലെ ചിലപ്പോൾ ഒരു 10-15 പേരുടെ ഭാര്യയോ ഭർത്താവോ മക്കളോ ഒക്കെ ഹോമിയോ പഠിച്ചിട്ടോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അപ്പൊ അവർക്ക് പറഞ്ഞാൽ ചിലപ്പോൾ പെട്ടെന്ന് തലേ കയറും. അപ്പോൾ അത് ഇത്ര വലിയൊരു ക്രൂരകൃത്യം ഞങ്ങളോട് ചെയ്യണോന്ന് ചോദിക്കാലോ. അപ്പൊ അവര് നിയമസഭയിൽ അതിനെക്കുറിച്ച് ചില ചർച്ചകളിലൊക്കെ പങ്കെടുക്കുകയോ ചോദ്യങ്ങൾ ഉന്നയിക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ദെൻ ഗവൺമെന്റിന് ഒരു റെപ്രസെന്റേഷൻ, ഡീറ്റെയിൽ ആയിട്ട് റെപ്രസെന്റേഷൻ കൊടുത്തിട്ട് മൂന്നാമത്തെ സ്റ്റെപ്പായിട്ട് കോടതിയിലേക്ക് പോവുക എന്നുള്ളതാണ് ഞാൻ അന്ന് വെച്ചൊരു സജഷൻ. തീർച്ചയായിട്ടും അതിലേക്ക് നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പോകാം എന്ന് എനിക്ക് തോന്നുന്നു. വളരെ നന്ദി. താങ്ക് യു സാർ. താങ്ക് യു. ഡോക്ടർ സലീം കുമാർ ഡോക്ടറെ.
ഇതിനകത്ത് ഏറ്റവും നേരത്തെ പറഞ്ഞ പോലെ നമ്മള് പൊതുവെ കേരളത്തിലെ ഹോമിയോപ്പതി ഡോക്ടർമാരോ എല്ലാവരും തന്നെ പലരും നമ്മൾ എന്തുകൊണ്ട് കേസിന് പോകില്ല എന്തിനോട് കേസ് പോകില്ല എന്നാണ് എല്ലാവരും പറയുന്നത്. അതിനെ ആദ്യം അവർക്ക് ആ ഒരു ബോധം ഉണ്ടാക്കി കൊടുക്കേണ്ട ആവശ്യമുണ്ട്. കുറച്ച് പൈസ അങ്ങോട്ട് പിരിച്ച് ഹൈക്കോടതി പോയാൽ പോരെ അല്ലെങ്കിൽ സുപ്രീം കോടതി പോയാൽ പോരെ എന്നാണ് എല്ലാവരും ഇത് ധരിച്ചു വെച്ചിരിക്കുന്നത്. അതിനെ ലിറ്റോ അതിലെ അബദ്ധങ്ങൾ വെളിപ്പെടുത്തുന്നതാണ് ഏറ്റവും ഇതിനകത്തൊരു നല്ലൊരു കാര്യം. ബാക്കി മനുഷ്യാവകാശ പ്രശ്നവും ഇതൊക്കെ അതിനകത്ത് ബാധകമാണ്. എന്നാൽ പോലും ഇതാണ് നമ്മളെ ആളുകൾക്ക് തന്നെ ബോധ്യം വരേണ്ടത്. അത് ഈ ഇതിന് യൂട്യൂബിൽ കയറി മുമ്പോഴെങ്കിലും കുറെ പേർക്കെങ്കിലും ബോധ്യം വരുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഡോക്ടറെ യഹിയ, ഏറ്റവും കൂടുതൽ ഇതിനുവേണ്ടി ബാധിച്ചിട്ടുള്ള വ്യക്തിയുള്ള ഒരാൾ ഡോക്ടർ യഹിയ. ഡോക്ടറെ അൺമ്യൂട്ട് ചെയ്യാമോ? അപ്പൊ ദേവൻ ഡോക്ടറിലേക്ക് പോവാം. ദേവൻ ഡോക്ടറെ, ഒരുപാട് ഇതിനുവേണ്ടി ശ്രമിച്ചിട്ടുള്ള ഒരാളാണ് ഡോക്ടർ ദേവൻ. മനുഷ്യാവകാശ ദംശനങ്ങള് നമ്മള് അദ്ദേഹം തന്നെ പറഞ്ഞു. പിന്നെ ഈ അദ്ദേഹം കഴിഞ്ഞ മീറ്റിങ്ങിലൊക്കെ പറഞ്ഞ ഒരു ഇതുണ്ട്, പ്യൂണിറ്റീവ് ആയിട്ട് നമ്മളെ ശിക്ഷാർഹരാക്കുന്നു എന്നുള്ളതാണ്. ഇതില് ഒരു ജനാധിപത്യത്തിൽ കാണാത്ത ഒരു പരിഷ്കരണത്തിൻ്റെതായിട്ടുള്ള സമീപനം ഇതിനകത്തില്ല. ഇത് എങ്ങനെ നമ്മളെ കുറ്റക്കാരനായി കാണാം എന്നുള്ളതാണ് ബില്ലിന്റെ സമീപനങ്ങൾ. ഒരു രോഗിയെ ചികിത്സിച്ചാൽ, നോക്കിയാൽ, ഒരു രോഗം അറിയിച്ചില്ലെങ്കിൽ, രോഗത്തെ പറ്റി ഒരു ധാരണ എവിടുന്നെങ്കിലും കിട്ടിയാൽ പോലും അത് അറിയിച്ചില്ലെങ്കിൽ പോലും ശിക്ഷാർഹരാകുന്ന വിധത്തില് ശിക്ഷയാണ് ഈ ഭൂരിഭാഗം വകുപ്പുകളിലും പ്രധാനമായിട്ടും ശിക്ഷയെക്കുറിച്ചാണ് ഇത് പറയുന്നത്. ശിക്ഷയെക്കുറിച്ച് പറയുന്നത് തന്നെ ഒരു പൗരന്റെ ആ സ്വത്വത്തെക്കുറിച്ച് അല്ലെങ്കിൽ അവന്റെ ബോധത്തെക്കുറിച്ച് വിശ്വാസമില്ലാത്തത് കൊണ്ടാണ്. ഒരു ബോധമില്ലാത്തവനെയാണല്ലോ ശിക്ഷിച്ച് നന്നാക്കുന്നത്. ഇത് ഇവിടെ എന്ന് പറയുന്നത് ഡോക്ടർമാരെ ശിക്ഷിച്ച് നന്നാക്കാം എന്നുള്ളതാണ് ഇവര് കാണുന്നത്. അത് ശിക്ഷ വിധിക്കുന്നതായിട്ട് ഏകപക്ഷീയമായിട്ട് വരാം. അതിലവിടെ ചർച്ചയില്ല. അതിൽ മറ്റ് ഒരു പൊതുവായിട്ടൊരു അഭിപ്രായം അന്വേഷിക്കുന്നില്ല. വ്യത്യസ്തമായ സമീപനങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു ചികിത്സാ ശാസ്ത്രങ്ങൾ ഒരൊറ്റ നിയമം കൊണ്ടുവരുന്നത് തന്നെ ശരിയല്ല. കാരണം വ്യത്യസ്ത രോഗിയെക്കുറിച്ചും രോഗത്തെക്കുറിച്ചും ചികിത്സയെക്കുറിച്ചും ഒക്കെ വ്യത്യസ്തമായ സമീപനങ്ങളാണ് ഇത് ഉള്ളത്. ഇതിന് എനിക്ക് തോന്നുന്നത് ഇത് വന്നത് എന്ന് പറയുന്നത് ഈ മറ്റു പല രാജ്യങ്ങളിലും പിന്നെ ഇതുപോലുള്ള ചികിത്സാ സമ്പ്രദായങ്ങളില്ല. അവിടെ ഏക ചികിത്സ മാത്രമാണുള്ളത്. അവിടുത്തെ അത് കോപ്പി പേസ്റ്റ് ചെയ്താണ്. അല്ലെങ്കിൽ ഇത്തരം മണ്ടത്തരമൊന്നും ഒരു ബില്ലിലും ഒരു സാമാന്യം ചിന്തിക്കുന്നവൻ എഴുതി വെക്കത്തില്ല. ഇത്തരം മണ്ടത്തരമൊക്കെ ഇവിടെ അംഗീകൃത പാർലമെന്റ് പാസാക്കിയ നിയമപ്രകാരം പ്രവർത്തിക്കുന്ന വൈദ്യശാസ്ത്രങ്ങളാണ്. ആ വൈദ്യശാസ്ത്രങ്ങളെയൊക്കെ കുറ്റക്കാരായി കാണുന്ന, അവരെല്ലാം തെറ്റുകാരായി കാണുന്ന സമീപനം മറ്റേ മന്ത്രവാദ ചികിത്സ മാത്രമുള്ള പല യൂറോപ്യൻ രാജ്യങ്ങളും അവിടെ ആൾട്ടർനേറ്റീവ് എന്ന് പറയുന്നത് പലതും അതാണ്. അതിനെതിരെ കൊണ്ടുവന്നിരിക്കുന്ന നിയമങ്ങളാണ് ഇവിടെ അംഗീകൃത വൈദ്യശാസ്ത്രങ്ങൾക്കെതിരെ പ്രയോഗിക്കാൻ ആയിട്ട് ഈ ബില്ലിലൂടെ സാധ്യത വരും. അത് നമ്മൾ ആൾക്കാർ തിരിച്ചറിയുന്നു എന്ന് ആഗ്രഹിക്കുന്നു. അത്രേ എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യമാണല്ലോ തിരിച്ചറിയുമെന്ന് പറഞ്ഞത്. കോമൺ സെൻസ് ഇസ് അൺകോമൺ എന്ന് പറയല്ലോ. ജിതി മാഡം സംസാരിക്കാമോ? EFPHന്റെ ജോയിന്റ് സെക്രട്ടറിയാണ് ജിതി മാഡം. ഉണ്ടോ? ഹലോ, കേൾക്കാം. കേക്കാം. ഞാൻ കേട്ടോണ്ടിരിക്കുവായിരുന്നു. ഇപ്പം ഞാൻ ഒരു ഹോമിയോപ്പതി ഉപയോഗിക്കുന്ന 25 വർഷത്തിൽ കൂടുതലായി ഞാനിത് ഉപയോഗിക്കുന്നത്. എൻ്റെ വീട്ടിലെല്ലാരും ഇത് തന്നെ ഉപയോഗിക്കുന്നത്. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ അടുത്ത് എൻ്റെ ഏറ്റവും വലിയ സ്ട്രോങ് ആയിട്ട് നമ്മൾ നിന്നതെന്ന് വെച്ചാൽ ഈ വാക്സിൻ എടുക്കുന്ന സമയത്ത് വന്നപ്പം എല്ലാ തരത്തിലും നമ്മളെ പ്രഷർ ചെയ്യാൻ വന്നു കഴിഞ്ഞ സമയത്ത് ഞാൻ പറഞ്ഞത് എൻ്റെ വീട്ടില് എൻ്റെ പേരൻസിനെ എടുക്കത്തില്ല, ഞാനും എൻ്റെ കുട്ടികളും എടുക്കത്തില്ല. അപ്പൊ അവര് 4 സൈഡിൽ നിന്നും ഒരുപാട് പ്രഷർ വന്നു. പക്ഷെ ആ സമയത്ത് ഞാൻ സ്ട്രോങ് ആയിട്ട് പറഞ്ഞത് എനിക്ക് വേണ്ട, എനിക്ക് എന്റെ ലൈഫിന് എന്തെങ്കിലും ഇത് വന്നാൽ നിങ്ങൾ ഉത്തരവാദിത്തം പറയൂ. പക്ഷെ അതെന്റെ മെന്റൽ സ്ട്രെങ്ത്, അത് തന്നത് ഈ IFPH തന്നെയാണ്.
അപ്പം അതേപോലെ എന്റെ ചികിത്സ എന്റെ അവകാശമാണ്. ഞാൻ ഇത് തന്നെ ഇതുള്ളൂ എന്നുള്ള രീതിയിലാണ് നമ്മൾ നിൽക്കുന്നത്. അതിന് ഈ ഒരു സ്ട്രെങ്ത് ജനങ്ങളിൽ എല്ലാവരും കൊടുത്ത് അവരോരോരുത്തരും പറയണം, എനിക്കിത് മതി, ഇതാണ് ഞാൻ വർഷങ്ങളായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ഒരു ബോധമാണ് നമ്മൾ ഉണ്ടാക്കണം. അപ്പൊ ഇങ്ങനത്തുള്ള എന്ത് പ്രശ്നം വന്നാലും ജനങ്ങൾ സ്ട്രോങ് ആയിട്ട് പ്രതികരിച്ചു കഴിഞ്ഞാൽ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അതാണ് എന്റെ മനസ്സിൽ തോന്നിയ ഒരു ഇത്. അതും ജനങ്ങളിൽ ഓരോരുത്തരും ഇത്. എന്ന് വെച്ചാൽ ഞാൻ ഡോക്ടേഴ്സിന്റെ രീതിയിൽ എനിക്ക് പറയാൻ പറ്റില്ലല്ലോ. ഞാനൊരു സാധാരണ വ്യക്തി എന്നുള്ള രീതിയിൽ ഞാൻ പറയുന്നത് ഓരോ വ്യക്തികളിലും അതായത് ഡൗട്ട് ഇല്ലാതെ എനിക്കിതാണ് വേണ്ടത്, ഇതേ എനിക്ക് പറ്റുള്ളൂ എന്നുള്ള രീതിയിൽ സ്ട്രോങ് ആയിട്ട് ജനങ്ങൾ പ്രതികരിച്ച് അത് അവരില് ബോധം ഉണ്ടാക്കണം. അതിപ്പം സാറ് പറഞ്ഞ ഒരു കാര്യം വളരെ നല്ലതാണ്. നിയമസഭയില് രും സംസാരിക്കുക, അതൊരു ചർച്ചാ വിഷയമാവുക, സമൂഹത്തിൽ വരിക. അങ്ങനെ വരുമ്പോഴേ ജനങ്ങൾ ശ്രദ്ധിക്കത്തുള്ളൂ ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ നടക്കുന്നുണ്ടല്ലോ എന്നുള്ളത്. അതായത് പബ്ലിസിറ്റി ഭയങ്കര ഇതാണ്. ജനങ്ങൾ ഓരോരുത്തരിലും പബ്ലിക്കായിട്ട് ഈ പ്രശ്നങ്ങൾ ചെല്ലുക എന്നുള്ളത്. അപ്പം അത് അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്ത് കഴിയുമ്പോഴാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വളരെ നല്ല കാര്യം തന്നെയാണ്. കുറച്ചുകൂടെ എങ്ങനെ പബ്ലിക്കിൽ എത്താൻ പറ്റും, പിന്നെ ബാക്കിയുള്ള സൊല്യൂഷൻസ് ഓരോന്നോരോന്ന് എങ്ങനെയൊക്കെ ചെയ്ത് നമുക്ക് എത്താൻ പറ്റുന്നു. ദൃഢമായിട്ട് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് മുന്നേറാം. അതിനുള്ള ഇത് നമുക്ക് ഇതൊരു സത്യമുള്ള കാര്യമാണല്ലോ. അപ്പൊ എന്തായാലും അതിന് നമുക്ക് വിജയിക്കാനും പറ്റും. ജനങ്ങൾക്ക് ഇത് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല ഓക്കെ, എന്നാണ് എന്റെ മനസ്സ് പറയുന്നത്. മാഡം പങ്കെടുത്തതിന് ഡോക്ടർ ബിന്ദുരാജ്. ഇത് കഴിഞ്ഞ് നന്ദി പറയാനുള്ള സമയമാകുന്നു. ഡോക്ടർ ബിന്ദുരാജ്, ബിന്ദുരാജ് അൺമ്യൂട്ട് ചെയ്യാമോ? ഡോക്ടർ ബിന്ദുരാജ്. അപ്പം സാറിന്റെ അഭിപ്രായത്തിൽ ഇനിയും ഇതിനകത്ത് സ്കോപ്പ് ഉണ്ട്, നമുക്ക് ഇനിയും ചോദ്യം ചെയ്യപ്പെടേണ്ട വേദികളുണ്ട് എന്ന് തന്നെയാണ്. ലിറ്റോ സാർ, അങ്ങനെയാണല്ലോ. സാർ അൺമ്യൂട്ട് ചെയ്യണേ, സാർ മ്യൂട്ടാണ്. ഓക്കെ, തീർച്ചയായിട്ടും അവസരങ്ങളുണ്ട് എന്ന് തന്നെയാണ് സാർ അല്ലേ സാറേ? തീർച്ചയായിട്ടും അവസരങ്ങളുണ്ട്. അത് കുറച്ചും കൂടി ഓർഗനൈസ്ഡ് ആയിട്ടുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമുക്ക് മുന്നോട്ട് പോകണം. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഈ ഒരു നേരത്തെ ഇവിടെ ഒരാൾ പറഞ്ഞ പോലെ പബ്ലിക്കിന് ഉണ്ടാവുന്ന ഒരു അവയർനെസ്സിൽ നിന്നാണ് എപ്പോഴും ജനപ്രതിനിധികളുടെ ഭാഗത്തുനിന്ന് പ്രതികരണം ഉണ്ടാവുകയുള്ളൂ. അവരെപ്പോഴും അങ്ങനെയാണല്ലോ. അപ്പോൾ ജനപ്രതിനിധികളുടെ ഭാഗത്തു നിന്ന് അവർക്ക് നമ്മളോട് ഒരു യോജിപ്പ് തോന്നണമെങ്കിൽ പൊതുജനങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഒരു ധാരണയോ അവബോധം ഉണ്ടാവണം. എനിക്ക് തോന്നുന്നു ഇപ്പോ ഈ കേരളത്തില് പ്രാക്ടീസ് ചെയ്യുന്ന ഹോമിയോ ഡോക്ടർമാരും ആയുർവേദ ഡോക്ടർമാരും ഈ വിഷയം മനസ്സിലാക്കുകയും അവരുടെ അടുത്ത് വരുന്ന പേഷ്യൻസിന്റെ അടുത്ത് ഈ വിഷയത്തിന്റെ ഗൗരവം പറയുകയും ചെയ്താൽ തന്നെ അത് ഉണ്ടാക്കാവുന്ന ഒരു അവയർനെസ് വളരെ വലുതാണ്. കഴിഞ്ഞ കുറച്ച് നാളുകൾക്കുള്ളിൽ ഈ വിഷയം ഗൗരവമായിട്ട് ഹോമിയോ ഡോക്ടർമാർ എടുക്കുന്നത് കൊണ്ട് എനിക്ക് തോന്നുന്നു കുറച്ച് ആളുകൾക്ക് ഇതിന് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട് ഇതൊരു പ്രശ്നമാണ് എന്ന്. അപ്പോ ഒരു കണ്ടിജൻസിയിലേക്ക് നമ്മൾ എത്തുന്നതിന് മുമ്പായിട്ട് അവയർനെസ് ക്രിയേറ്റ് ചെയ്യാൻ നമ്മൾ കോൺഷ്യസ് ആയിട്ടുള്ള ഒരു എഫർട്ട് വേണം. ആളുകൾ ഇങ്ങനെ വെറുതെ വന്ന് കുറച്ച് വിവരം തരൂ എന്ന് ആരും ചോദിക്കില്ലല്ലോ. അപ്പൊ നമ്മുടെ ഭാഗത്തുനിന്ന് അതിനു വേണ്ടിയുള്ള എഫർട്ട് ഉണ്ടെങ്കിൽ അപ്പൊ അത് ജനങ്ങളിലേക്ക് അവയർനെസ് എത്തും, ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട്, അപ്പൊ അത് സംരക്ഷിക്കപ്പെടണം എന്ന്. അപ്പൊ അത് പബ്ലിക്കിന്റെ ഒരു നീഡാണ്. പബ്ലിക്കിന്റെ നീഡ് വന്നാൽ സ്വാഭാവികമായിട്ടും ജനപ്രതിനിധികൾ നമ്മുടെ കൂടെ നിൽക്കും, ഇതിന് മാറ്റം വരും. അതാണ് ഏറ്റവും എടുക്കാവുന്ന ഒരു മാർഗം. നമുക്ക് ചർച്ച അവസാനിപ്പിക്കുന്ന സമയമാകുന്നു. മറിയാമ്മ ഡോക്ടറെ നന്ദി പറയുക. നന്ദി മനോജ് ഡോക്ടറെ. എല്ലാവർക്കും നമസ്കാരം. IFPH നടത്തിയ മനുഷ്യാവകാശ ദിന പ്രത്യേക പരിപാടിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുകയും സ്വാതന്ത്ര്യം, സമത്വം എന്നിവ അനുഭവിച്ച് അന്തസ്സോടെ ജീവിക്കാനുള്ള ജന്മസിദ്ധമായ അവകാശമാണ് മനുഷ്യാവകാശമെന്ന് ഓർമ്മപ്പെടുത്തുകയും ചെയ്ത ആദരണീയനായ റിട്ടയർഡ് ജസ്റ്റിസ് ഹരിഹരൻ സാറിന് IFPHന്റെയും ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന എല്ലാവരുടെയും പേരിൽ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു. ഈ പരിപാടിക്ക് ആശംസകൾ അർപ്പിക്കുകയും ഹോമിയോപ്പതി ഇനിയും ജനങ്ങളിലേക്ക് കൂടുതലായി എത്തിച്ചേരുന്നതിന് ആശംസിക്കുകയും ചെയ്ത കേരള കൗമുദി തിരുവനന്തപുരം യൂണിറ്റ് ചീഫ് ശ്രീ S. വിക്രമം സാറിന് സന്തോഷപൂർവ്വം നന്ദി അറിയിക്കുന്നു. മനുഷ്യാവകാശവും
പൊതുജനാരോഗ്യ ബില്ലും എന്ന വിഷയത്തിൽ മുഖ്യ പ്രഭാഷണം നൽകുകയും പൊതുജനങ്ങളുടെ ആരോഗ്യത്തിന് വേണ്ടി എന്ന് പറയുമ്പോൾ തന്നെ ഈ നിയമത്തിൽ ഒളിഞ്ഞിരിക്കുന്ന ഏകാരോഗ്യം എന്ന ഭവിഷ്യത്തിനെ കുറിച്ചും രോഗികളുടെ സ്വകാര്യത നഷ്ടപ്പെടുത്തുന്ന മനുഷ്യാവകാശ ലംഘനങ്ങളെ കുറിച്ചും അതുപോലെ തന്നെ ഈ പൊതുജനാരോഗ്യ ബില്ലിനെ എതിർത്ത് പറയാനുള്ള ധൈര്യമെങ്കിലും വേണമെന്ന ആഹ്വാനവും നൽകിയ കേരള ഹൈക്കോടതി അഡ്വക്കേറ്റ് ലിറ്റോ പാലത്തിങ്കൽ സാറിന് വിനയപൂർവ്വം നന്ദി അറിയിക്കുന്നു. ഇന്നത്തെ ഈ ചടങ്ങിന് ഔപചാരികമായ സ്വാഗതം ആശംസിച്ച VK ദേവരാജ് ഡോക്ടർക്ക് സ്നേഹപൂർവ്വം നന്ദി അറിയിക്കുന്നു. IFPHന്റെ പ്രത്യേക പരിപാടികളിൽ താല്പര്യത്തോടെ പ്രവർത്തിക്കുകയും ഈ പരിപാടി മോഡറേറ്റ് ചെയ്യുകയും ചെയ്യുന്ന GS മനോജ് ഡോക്ടർക്ക് സ്നേഹപൂർവ്വം നന്ദി അറിയിക്കട്ടെ. പ്രതിദിന വെബിനാറുകൾ നടത്തുന്നതിനായി പ്രയത്നിക്കുന്ന സനേഷ് ഡോക്ടർ, ഹ്യൂബർട്ട് ഡോക്ടർ, അനിൽകുമാർ ഡോക്ടർ എന്നിവർക്കും IFPHന്റെ എല്ലാ ഭാരവാഹികൾക്കും ഹോമിയോപ്പതി സ്നേഹികൾക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. 1562 ദിവസമായി നടത്തപ്പെടുന്ന IFPHന്റെ സൂം വെബിനാർ വിജയിപ്പിക്കുന്ന ഇതിൽ പങ്കെടുക്കുന്ന എല്ലാ ഡോക്ടർമാർക്കും ഹോമിയോപ്പതി സ്നേഹികൾക്കും വിദ്യാർത്ഥികൾക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. എല്ലാറ്റിലും ഉപരിയായി ഇന്നത്തെ ഈ പരിപാടി ഇത്രയും വിജയകരമായി തീർത്ത ഈശ്വരന് നന്ദി അർപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം. ഒരു സ്പെഷ്യൽ താങ്ക്സ് നമ്മുടെ സലിംകുമാർ ഡോക്ടർ കൊടുക്കണം. അവശന്മാർ, ആർത്തന്മാർ, ആലംബഹീനന്മാർ, അവരുടെ സങ്കടം ആരറിവോ എന്ന സാഹചര്യത്തിൽ നിന്ന് വളരെ വ്യത്യസ്തമായി കാര്യങ്ങൾ പോകുന്നു. ഇന്ന് സന്തോഷമുണ്ട്. നാളെ ഇതേ സമയം വീണ്ടും കാണാം എന്ന പ്രതീക്ഷയോടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം. അതുപോലെ ചർച്ചയിൽ പങ്കെടുത്ത പരീത് ബാബാഖാൻ സാറിനും സലീംകുമാർ ഡോക്ടർക്കും ദേവൻ ഡോക്ടർക്കും ജിതി മാഡത്തിനും പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. ഓക്കെ.